രക്ഷാവിജ്ഞാനിയുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷയിൽ വളരുക എന്ന ഒരു ആശയം ബൈബിളിലുണ്ട്. രക്ഷയിൽ വളരുക, രക്ഷിക്കപ്പെടുക എന്ന് മാത്രമല്ല, രക്ഷയിൽ വളരണം. രക്ഷയിൽ വളരണമെങ്കിൽ രക്ഷയെക്കുറിച്ച് നാം നമ്മുടെ അറിവിൽ വളരണം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാതെ രക്ഷ വളരാനൊക്കുകയില്ല. രക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകൾ വളരാത്തവരുണ്ട്. ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും വളരുന്നില്ലല്ലോ. ജനിച്ച കുഞ്ഞുങ്ങൾ വളരണമെന്നാണ്. പക്ഷെ ചില കുഞ്ഞുങ്ങളുടെ വളർച്ച ശരിയല്ല. വളർന്ന് സ്റ്റേജായിട്ട് വളർന്ന് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും പിന്നെ മധ്യവയസ്സും പിന്നെ മച്യൂർ ഓൾഡ് ഏജ് എന്ന് പറയും, പിന്നെ വാർദ്ധക്യം, ഇങ്ങനെ പല സ്റ്റേജുകളായിട്ടാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പുരോഗമിക്കുന്നത്. അതുപോലെയാണ് ക്രിസ്ത്യ ജീവിതത്തിലും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിശുവാണ്. ആ ശൈശവാവസ്ഥയിൽ നിന്നും വളർന്ന് യുവാക്കന്മാരെ, ബാല്യക്കാരെ എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ വിളിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു, പിന്നെ ബാല്യക്കാരെ എന്ന് വിളിച്ചു, പിതാക്കന്മാരെ എന്ന് വിളിച്ചു. നമ്മുടെ ഇടയിൽ ബാല്യക്കാർ ധാരാളം ഉണ്ടെന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാക്കന്മാർ കുറവാണ്. ആദ്യം മുതലുള്ളവനെ അടുത്തറിഞ്ഞ് വ്യക്തിപരമായി പരിചയപ്പെട്ടവരാണ്. ആദ്യം മുതലുള്ളവനെ കുറിച്ച് അറിഞ്ഞവരാണ് നമ്മൾ മിക്കവരും. ദൈവത്തെക്കുറിച്ച് ദൈവത്തെ അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പ്രസിഡന്റിനെ അറിയാമെന്ന് ചോദിച്ചാൽ ഇവിടെ ആരെങ്കിലും അറിയാമെന്ന് പറയില്ല. അല്ലെ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ പ്രൈം മിനിസ്റ്ററെ വ്യക്തിപരമായി അറിയില്ലല്ലോ. അദ്ദേഹത്തിന് കൈ കൊടുത്തവരോ അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്നവരോ അദ്ദേഹത്തിന് വീട്ടിൽ താമസിച്ചവരോ അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. ദൈവത്തെക്കുറിച്ച് ഒരുപാട് നമുക്കറിയാം, രക്ഷയെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം. പക്ഷേ രക്ഷയിൽ വളരുക എന്ന് പറഞ്ഞാൽ അതില് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പഠനം കൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ വളരണം. അത് വളർന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനൊന്നും രക്ഷയിൽ വളരേണ്ട ആവശ്യമില്ല, രക്ഷിക്കപ്പെട്ടാൽ മതി. അതല്ലല്ലോ. സ്വർഗത്തിൽ കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, കുഞ്ഞ് വളരുക എന്നുള്ളത്. ജനിച്ച കുഞ്ഞിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത് വളരണമല്ലോ, അല്ലാതെങ്കിൽ മാതാപിതാക്കൾക്ക് എന്ത് വിഷമമാണ്. അതുപോലെയാണ് ദൈവത്തിനും. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ വളരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വളരെ പ്രയാസമാണ്. അവരെക്കുറിച്ച് സന്തോഷിക്കാൻ വകയൊന്നുമില്ല. യെശയ്യാപ്രവചനം 46:10 ആരെങ്കിലും ഒന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 46:10. നമ്മൾ ഈ വാക്യങ്ങൾ, ഈ ക്ലാസ്സുകളിൽ ഇനി ഒരുപാട് വാക്യങ്ങൾ വായിക്കണം. ഞാനങ്ങ് പറഞ്ഞു പോയതുകൊണ്ട് മാത്രമായില്ല. ആ വാക്യം പറയുന്നത്, ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ആരംഭത്തിങ്കിൽ തന്നെ അവസാനം പറയുന്ന ഒരാളാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനം, പൂർവ്വകാലത്ത് തന്നെ ഭാവിയിൽ നടക്കാൻ പോകും. നമ്മുടെ രക്ഷയുടെ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നാമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞ ആളാണ് ദൈവം. നമ്മുടെ രക്ഷയെക്കുറിച്ച് നിശ്ചയിച്ചു വെച്ച ആളാണ് ദൈവം. നമുക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അതേക്കുറിച്ചൊക്കെ ദൈവം വളരെ വ്യക്തമായി അറിയുകയും കാര്യങ്ങൾ വചനത്തിൽ പറയുകയും ചെയ്തു. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അങ്ങനെ പറയാം. രക്ഷയെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് നടന്നു കഴിഞ്ഞിട്ടല്ല ദൈവം അറിയുന്നത്, നടക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്നവനും അത് നിശ്ചയിച്ചവനുമാണ്. ദൂതന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദൂതന്മാരെ സംബന്ധിച്ചും അവരെ മുൻനിർണയപ്രകാരമാണ് അവരിൽ ഒരു കൂട്ടരെ വിശുദ്ധിയിൽ സ്ഥിരപ്പെടുകയും വേറൊരു കൂട്ടരെ പാപത്തിൽ വീഴുകയും ചെയ്തത്. 1 തിമോഥെയോസ് 5:21 വായിച്ചേ. അവിടെ ശ്രേഷ്ഠ ദൂതന്മാരെന്ന് പറഞ്ഞ ഒരു കൂട്ടം ദൂതന്മാരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്ന ദൂതന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠ ദൂതന്മാരും സാധാരണ ദൂതന്മാരും ഉണ്ട്. ഇതൊക്കെ ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിച്ചു വെച്ചു. ഏതൊക്കെ ദൂതന്മാരും ശ്രേഷ്ഠ ദൂതന്മാരാകണം. ശ്രേഷ്ഠ ദൂതന്മാർക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് തിമോഥെയോസിനോട് ആജ്ഞാപിക്കുമ്പോൾ, ഞാൻ ദൈവത്തെയും പിന്നെ ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി നിർത്തി. ശ്രേഷ്ഠ ദൂതന്മാർ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷികളാണ്. അതുകൊണ്ടാണ് വിവാഹം നടക്കുമ്പോൾ, പ്രതിജ്ഞ എടുക്കുമ്പോൾ, ഞാൻ ത്രിയേക ദൈവത്തെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി നിർത്തി എന്നാണ് പറയിപ്പിക്കുന്നത്. കാരണം ദൂതന്മാർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ താല്പര്യമുള്ളവരാണ്. ദൂതന്മാരെ സാക്ഷി നിർത്തിയ ഒരു കാര്യം പറഞ്ഞിട്ട് തെറ്റിക്കാനും നോക്കില്ല. തെറ്റിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശാപം വരും. കാര്യമൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ആളുകളാണ്. ശരി, അടുത്ത വാക്യം വായിച്ച് 2 പത്രോസ് 2:4. പാപം ചെയ്ത ദൂതന്മാർ, അവരെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? അവരെ സംബന്ധിച്ച് അങ്ങലയിട്ടൊക്കെ വെച്ചിരിക്കുക എന്നാ പറയുന്നത്. അന്ധകാര രൂപത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്.
അപ്പോൾ ദൈവത്തിന്റെ പരിപാടിയിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ക്രമമായും ദൈവം മുന്നറിഞ്ഞ വിധത്തിൽ തന്നെ പോകുന്നുണ്ട്. യൂദാ 6 വായിച്ച്. അപ്പൊ രക്ഷയെക്കുറിച്ച് എന്തിനാ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ദൈവം എല്ലാം നമ്മുടെ രക്ഷയോട് ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ കാര്യങ്ങളും മുന്നമേ അറിയുകയും ചെയ്യുകയും ചെയ്യുന്നവനാണ്. സ്വന്തം വാസസ്ഥലം കാക്കാതെ അന്യജനം മോഹിച്ചു പോയ ഒരു കൂട്ടം ദൂതന്മാർ. അന്യജനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ശരീരം മോഹിച്ചു പോയ അങ്ങനെ ഒരു കൂട്ടം ദൂതന്മാരുണ്ടായിരുന്നു. അവരെ ദൈവം എന്ത് ചെയ്തു? ചങ്ങലക്കിട്ട് അന്ധകാരൂപത്തിൽ നരകത്തിന്റെ ഒരു കോണിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദൂതന്മാർക്ക് എന്താ സംഭവിക്കേണ്ടത് എന്നും ദൂതന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം ഒക്കെ ദൈവം തമ്പുരാന്റെ നിർണയത്തിൽപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവത്തിന്റെ നിർണയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ലൂക്കോസ് 9:26 എന്താ പറയുന്നത്? അവിടെ ഒരു കൂട്ടം ദൂതന്മാര് വിശുദ്ധ ദൂതന്മാരാണ്. ശ്രേഷ്ഠ ദൂതന്മാരുണ്ട്, വിശുദ്ധ ദൂതന്മാരുണ്ട്, വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരുണ്ട്, അന്ധതമസിൽ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട്. അപ്പൊ ദൂതന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ പല വിധത്തിലുള്ള ദൂതന്മാരുണ്ട്. അതുപോലെയാണ് മനുഷ്യരെ സംബന്ധിച്ചും. മനുഷ്യരുടെയും വിധ തരത്തിലുള്ള മനുഷ്യരുണ്ട്. രക്ഷിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്, വിശുദ്ധ മനുഷ്യരുണ്ട്, ജഡീയരുണ്ട്, ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, ദുഷ്ടന്മാരുണ്ട്, നല്ലവരുണ്ട്, പല വിധത്തിലുള്ള ആളുകളുണ്ട്. ഇവരെ എല്ലാം സംബന്ധിച്ച് ദൈവം മുന്നമേ ചില കാര്യങ്ങൾ നിർണയിച്ചിട്ടും നിശ്ചയിച്ചിട്ടുമുണ്ട്. കേവലം നമ്മുടെ രക്ഷയെക്കുറിച്ച് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക പരിപാടികളും ഒക്കെ നിത്യതയിലെ നിർണയിക്കപ്പെട്ടതാണ്. അവയുടെ വിശദാംശങ്ങൾ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ പറയാനായിട്ടില്ല. ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ പറയും, മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക വെളിപ്പാടുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്കാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആരാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്ന് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടല്ല ദൈവം അറിയുന്നത്. പിന്നെ ദൈവം എപ്പോഴാണ് അറിയുന്നത്? ആരാണ് രക്ഷിക്കപ്പെടേണ്ടതെന്ന് ദൈവം മുൻപേ നിശ്ചയിച്ചതുകൊണ്ടാണ് അല്ലേ? ഇവിടെ ഇപ്പോ ജോസഫ് സഹോദരനും ലിക്കുട്ടി സഹോദരി ഇവിടെ ഒരു വീട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ വീടിന് എത്ര മുറി ഉണ്ടെന്ന് ജോസഫ് സഹോദരനൊക്കെ എപ്പോഴാണ് അറിഞ്ഞത്? പണിത് കഴിഞ്ഞിട്ടാണോ? പ്ലാൻ വരച്ചപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. അപ്പൊ പ്ലാൻ വരച്ചതായിരിക്കും നാളൊരു പ്ലാൻ അങ്ങ് വരച്ചു, എന്നാൽ അത്രയും മുറി ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് 3 ബെഡ്റൂമുള്ള, 4 ബെഡ്റൂമുള്ള, 2 ബെഡ്റൂമുള്ള ഒരു വീട് വേണം, ഞങ്ങൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വേണം. അങ്ങനെയല്ലേ നിങ്ങൾ അറിഞ്ഞത്? അതെ, ദൈവം അങ്ങനെ തന്നെയാണ്. ദൈവം മുന്നമേ നിശ്ചയിച്ചു മനുഷ്യനെ ഉണ്ടാക്കണം, മനുഷ്യർ ചിലരെ രക്ഷിക്കണം, രക്ഷിക്കാതിരിക്കണം, അങ്ങനെയൊക്കെ. രക്ഷിക്കപ്പെടുന്നവർക്ക് വസിക്കാൻ ഒരു സ്വർഗം ഉണ്ടാക്കണം, ഇല്ലാത്തവർക്ക് വസിക്കാൻ ഒരു നരകം ഉണ്ടാക്കണം. ദൈവം നിശ്ചയിച്ചതല്ല. ദൈവം എല്ലാം പണിത് കഴിഞ്ഞപ്പോൾ ദൈവം എടാ അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയല്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ദൈവമല്ല നിശ്ചയിച്ചത്, രക്ഷിക്കപ്പെടണോ വേണ്ടോ നമ്മളാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ പിന്നെ ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുക, ആരും രക്ഷിക്കപ്പെടുന്നു, വല്ലവരും രക്ഷിക്കപ്പെടുമോ? അങ്ങനെ ദൈവത്തെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ദൈവം അറിയാം. റോസച്ചെടിക്ക് മുള്ളുണ്ടെന്നുള്ളത് ദൈവം എപ്പോഴാണ് അറിഞ്ഞത്? സൃഷ്ടിക്കുമ്പോഴല്ല, സൃഷ്ടിക്കാൻ നിശ്ചയിച്ചപ്പോഴ്. അപ്പോഴാണ് സൃഷ്ടിക്കുമ്പോഴല്ല അറിഞ്ഞത്. സൃഷ്ടിക്കുള്ള നിശ്ചയം, ദൈവം ഒരു നിശ്ചയം ചെയ്തു, ഞാൻ റോസച്ചെടി എന്ന് പറഞ്ഞൊരു ചെടി നിശ്ചയം സൃഷ്ടിക്കും, അതിന് മുള്ളതേലുണ്ടായിരിക്കും, അതിന് റോസ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകും എന്നൊക്കെ ദൈവം നിശ്ചയിച്ചു. അപ്പോൾ ദൈവം അങ്ങനെ അറിഞ്ഞു. എബ്രഹാം തോമസ് പറഞ്ഞ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ദൈവം അറിഞ്ഞത് എപ്പോഴാന്ന് ചോദിച്ചാൽ, എബ്രഹാം തോമസ് പറഞ്ഞൊരു മനുഷ്യനെ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. അതുകൊണ്ടല്ലേ സങ്കീർത്തനൊക്കെ പറഞ്ഞാൽ അത്ഭുതവും അതിശയകരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നത്. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു, ഞാൻ പിണ്ടകാരമായിരുന്നപ്പോൾ അതിനു മുമ്പേ ദൈവം എന്നെ അറിഞ്ഞു, എന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതി എന്നൊക്കെ പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ. അപ്പോ എല്ലാവർക്കും ഇത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ചിലർ പറയുന്നത് അങ്ങനത്തെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നിട്ട് ദൈവത്തോട് പറ ഇങ്ങനെയും പ്രഭുത്വമാണ്. അപ്പൊ പിന്നെ ആരാ ദൈവം? നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മളല്ലേ ദൈവം? കാരണം ഉണ്ടാക്കുന്നവനല്ലേ ദൈവം, ഉണ്ടാക്കപ്പെടുന്നതല്ലല്ലോ ദൈവം. കൽപ്പന കൊടുക്കുന്നവരല്ലേ ദൈവം, കൽപ്പന സ്വീകരിക്കുന്നവരല്ലേ ദൈവം. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും നിത്യവും സർവാധികാരിയും സ്വന്തം ഇഷ്ടപ്രകാരം സകലവും ചെയ്യുന്നവനായ ഒരു ദൈവത്തെ ഇല്ലെങ്കിൽ ദൈവം ഇല്ല. ആ കൺസെപ്റ്റേ ഉള്ളൂ ദൈവം എന്ന് പറയാൻ. അല്ലാത്തൊരു ദൈവത്തെ ആർക്കാ വേണ്ടത്? ഞാൻ പറയുന്ന പോലെ കേൾക്കുന്ന ഒരു ദൈവത്തെ ആർക്കാ വേണ്ടത്? ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്ന ഒരു ഭാര്യയെ പോലും എനിക്ക് വേണ്ട. കാരണം എന്താ? ഞാൻ പറയുന്ന ഭോഷത്വം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
അപ്പൊ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അങ്ങനെ വേണ്ട, അത് നല്ലതല്ല, അത് കഴിക്കണ്ട, അത് കഴിച്ചാൽ ദോഷമാണ് എന്ന് പറയുന്ന ഒരു ഭാര്യയല്ലേ എനിക്ക് വേണ്ടത്. അതുകൊണ്ടാ പണ്ടാരോ പറഞ്ഞത്, പറഞ്ഞാൽ കേൾക്കുന്നവരെ കണ്ടാ പോയി കുളിക്കണമെന്ന്. പറഞ്ഞാൽ കേൾക്കുന്നവരെ കണ്ടാ പോയി കുളിക്കണമെന്ന് മലയാളത്തിൽ പറഞ്ഞല്ലുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ വിവേചനമില്ലാതെ ശരിയും തെറ്റുമെന്ന് മനസ്സിലാക്കാതെ അനുസരിക്കുന്ന ഒരു മനുഷ്യനും വലിയ അപകടകാരിയാണ്. അമ്പാടനെ ആലപ്പുഴയ്ക്ക് പോയതെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ പറയുമെന്ന് അറിയില്ല, നമ്മളെ ഒരു നാട്ടുകാരല്ലേ. അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോകാൻ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, യജമാൻ വിളിച്ചേടാ ആലപ്പുഴ ഒരു പോയി വരണം, ഒറ്റ ഓട്ടോ ആലപ്പുഴയ്ക്ക്. ഞാൻ പോയിട്ട് വന്ന് പറയും, നിന്നോട് എന്തിനാ പോകാൻ പറഞ്ഞാ എനിക്കറിയില്ല. എന്തിനാ പോകാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആലപ്പുഴ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴേ അവൻ ഓടിക്കഴിഞ്ഞു. കൊള്ളാം അങ്ങനെയുള്ള വേലക്കാരനെ, അതാ കൊള്ളുകയില്ലെന്ന് പറഞ്ഞേ. അങ്ങനെയുള്ള കൊള്ളുകയില്ല. അപ്പൊ ആലപ്പുഴയ്ക്ക് പോകാമല്ലോ, എന്തിനാ പോകുന്നത്, എന്താ ചെയ്യേണ്ടത്, എപ്പോഴാ പോകേണ്ടത്, എന്ത് വാങ്ങാനാ പോകേണ്ടത്, അല്ലെ എന്ത് കാര്യമാണ് പോകേണ്ടത്. വിവേചനമില്ലാത്തൊരു മനുഷ്യനെ കൊള്ളുകയില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും വിവേചനമുള്ളതിനും സ്വന്തം സകല കാര്യങ്ങളും സ്വന്തമായി നിശ്ചയിക്കുവാൻ കഴിവുള്ളവനുമായ ഒരു ദൈവം. അങ്ങനെ അല്ലാത്തൊരു ദൈവത്തെ ആർക്ക് വേണം? ഞാൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന ഒരു ദൈവത്തെ വേണം. പലർക്കും ആവശ്യം അതാണ്, അവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമ്മൾ പറയും. അങ്ങനെയല്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണം, പക്ഷേ എൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതാണോ എന്ന് നിശ്ചയിച്ച്, എനിക്ക് നന്മയാണോ എന്ന് നിശ്ചയിച്ച് അത് കേൾക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണ്ടത്. അല്ലാതെ എടുകൊടുക്കുക ചോറും കറിയെന്ന് പറയുമ്പോൾ എടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ആർക്ക് വേണം? ആ ദൈവത്തെ ആർക്കും വേണ്ട. വേണ്ടവരുണ്ട്, അങ്ങനെ ദൈവത്തെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് ദൈവത്തെ കൊണ്ട് നടക്കുന്നതായിരിക്കുന്ന ആളുകളുണ്ട്. അതാ അല്ലെ, അവര് ദൈവത്തെ തൊഴിലാളിയായി കണക്കാക്കി അവർ യജമാനായി ഇരിക്കുകയും ചെയ്യുന്നതാണ്. ആ ദൈവത്തോട് പറയും ഒരു കാശുണ്ടായിക്കൊണ്ട് വരാൻ പറയും. അവരെങ്ങനെ ദൈവം കാശുണ്ടായിക്കൊണ്ട് കൊടുക്കും അവർക്ക്? അവരുടെ ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സർവാധികാരിയായ, സർവസ്വതന്ത്രനായ, ഒരിക്കലും ഉളവാകാതെ എന്നും ഇരിക്കുന്ന, അകാരണകാരനായ, സർവകാര്യകാരനായ, നിത്യനായ, അനാദിയായും ശാശ്വതമായും ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തെ ഞാൻ അറിഞ്ഞത് ദൈവം തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്, ബൈബിളിൽ കൂടെ വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അല്ല എൻ്റെ ബുദ്ധി കൊണ്ടല്ല. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെങ്കിൽ ആ ദൈവം തീരെ ചെറിയ ദൈവമായിരിക്കും. ഒരു നല്ല ചെട്ടിയുടെ അത്രയേ ഉള്ളൂ എൻ്റെ തല. ആ തലയോട്ടിക്കുള്ളിലാണല്ലോ ഈ ബ്രെയിൻ ഇരിക്കുന്നത്. അപ്പോൾ ആ തലയോട്ടിക്കുള്ളിൽ കൊള്ളാവുന്നതായിരിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ തലയോട്ട് അത്രയും വലിപ്പമുള്ള ഒരു ചിരട്ടയും കൊണ്ട് പോയി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വെള്ളം കോരിയാൽ അത് സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉണ്ടെന്ന് പറയാൻ നോക്കുമോ? നോക്കുകയില്ല. ദൈവം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം ഓരോ കിടക്കുക എന്ന് വിചാരിച്ചുള്ളൂ. അതെ, അളവില്ലാതെ, ആദിയില്ലാതെ, അന്തമില്ലാതെ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവമാണ്. ആ ദൈവത്തെ ഈ തലയ്ക്കകത്ത് ഒതുക്കാനൊക്കെ പോയാൽ വലിയ പ്രശ്നമുണ്ട്. ദൈവം പറയുന്നത് കേട്ട് നമ്മളങ്ങ് പോവുകയാണ്. അപ്പൊ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി ദൂതന്മാരെ തിരഞ്ഞെടുത്തു, ചില ദൂതന്മാരെ തിരഞ്ഞെടുത്തില്ല, ചില ദൂതന്മാരെ തിരഞ്ഞെടുത്തു. മനുഷ്യരെ സംബന്ധിച്ച് ദൈവം രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഈ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് 4 തലങ്ങളുണ്ട്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന് 4 തലങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് വ്യക്തിതലത്തിൽ രക്ഷയ്ക്കായുള്ള തിരഞ്ഞെടുപ്പ്. വ്യക്തിതലത്തിൽ ആരെ തിരഞ്ഞെടുക്കണം രക്ഷയ്ക്ക് വേണ്ടി, അതാണ് വ്യക്തിതലത്തിൽ. മത്തായിച്ചനെ വേണോ, എത്ര മത്തായിച്ചന്മാരുണ്ട്, അവർ ഏത് മത്തായിച്ചനെയൊക്കെ വേണം, ഏത് മറിയാമ്മയൊക്കെ വേണം, ദൈവം. അതേക്കുറിച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ അതേക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഏറ്റവും വിശദമായിട്ട്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രതലത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പാണ്. ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളെ ദൈവത്തിന് തൻ്റെ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം, അതും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാണ്. അതിൽ നമുക്ക് അസന്നിഗ്ധം പറയാവുന്നത് ഏത് രാജ്യത്തെയാ? ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന രാജ്യത്തെയാണ് ദൈവം തിരഞ്ഞെടുത്തുള്ളത്. ആവർത്തന പുസ്തകം 4:37 വായിച്ച്, നിങ്ങൾ പിതാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ രാഷ്ട്രത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. നിന്റെ സന്തതിക്ക് ദേശം തരാമെന്നും അവരെ വലിയൊരു രാജ്യമാക്കാമെന്നും ജാതിയാക്കാമെന്നും ഒക്കെ പറഞ്ഞു. ആവർത്തനം 7-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിച്ചേ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാകേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് ചെയ്തു. ലോകത്ത് എന്തോരം ജാതികളുണ്ട്, ഇന്ത്യയിൽ തന്നെ എന്തോരം ജാതികളുണ്ട്. ഈ ജാതികളിൽ നിന്നെല്ലാം ദൈവത്തിന് ജനമായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ആരാന്ന് ചോദിച്ചാൽ ഇസ്രായേലിനെയാണ്, ഒരു രാഷ്ട്രം എന്ന നിലയിൽ. വ്യക്തിപരമായ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നുള്ളവരെ തിരഞ്ഞെടുപ്പ്, അത് വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇവിടെ പറയുമ്പോൾ അബ്രഹാം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നിൽ നിന്നും ആളുകളെ ജനിപ്പിച്ച് അവരെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 10:15.
നിന്റെ പിതാക്കന്മാരോട് മാത്രം അവന് പ്രേത തോന്നി. അബ്രഹാമിനെ വിളിച്ചപ്പോ എന്തോ ജാതികൾ മെസൊപ്പൊത്തേമിയയിലുണ്ടായിരുന്നറിയാം. ഇന്നത്തെ ഇറാഖ്, അന്നത്തെ മെസൊപ്പൊത്തേമിയ എന്ന് പറയും. അപ്പോ ഇറാഖിൽ എന്തോ ആളുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് പോയി വിഗ്രഹാരാധന ചെയ്ത് കാലം കഴിച്ചിരുന്ന ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ടും നോക്കി തെരഞ്ഞെടുത്തത്? അതെ, യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിതാക്കന്മാര് യൂഫ്രട്ടീസ് നദിക്കക്കരെ അവര് വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നാ പറയുന്നത്, ആരാധന പോലും അല്ല. ആരാധിച്ചും കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. അവിടെ നിന്ന് പോയി അവനെ വിളിച്ചിറക്കി. എന്ത് കണ്ടുകൊണ്ടാ വിളിച്ചിറക്കിയെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നും ചോദിക്കണ്ട. ചോദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ തിരഞ്ഞെടുക്കുമെന്നാണ്. നീ കരുണ കാണിക്കുമെന്നുള്ളവരുടെ കരുണ കാണിക്കും. ചിലർക്ക് അതൊന്നും തീരെ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ദൈവത്തെ നമുക്ക് വേണ്ട. നിങ്ങളുടെ ദൈവത്തെ ഉണ്ടാക്കിക്കൊണ്ട് പോയി ആരാധിക്കുക, എന്തെങ്കിലും ചെയ്യുക, ഞാനോട് പറയും. അപ്പൊ അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. സങ്കീർത്തനം 33:12 വായിച്ച് അങ്ങനെ ഒരു കൂട്ടമുണ്ട്. അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനം, യഹോവ ദൈവമായിരിക്കുന്ന ജാതി, യഹോവ എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഒരു ജാതിയുള്ള ഇസ്രായേൽ ജനമാണ്. വേറൊന്നുമില്ല. ആ ജാതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതിയാണ്, ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ്. അവരുടെ നന്മ എന്താന്ന് ചോദിച്ചാൽ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നന്മ. അവർ നല്ലവരായതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തതല്ല. ഇസ്രായേലിന്റെ ചരിത്രം പഴയ ദൈവം വായിച്ചു നോക്കി അറിയില്ല ഇത്രയും പൊട്ട ജാതി ഉണ്ടോ. ഇസ്രായേൽ മക്കൾ ചെയ്യാത്ത പാപം എന്തു? ദൈവം തിരഞ്ഞെടുത്ത ഈ ജാതി അവസാനം ദൈവം എവിടെല്ലാം കൊണ്ടിട്ട് പാഠം പഠിപ്പിച്ചു. ദൈവാലയം പോലും ചുട്ടുകരിച്ചു. ദൈവം വസിക്കാൻ വേണ്ടി പണം ദൈവാലയം പോലും ചുട്ടുകരിച്ചു. അവിടെ യുവാക്കന്മാരെ യുവതികളെ കൊന്നുപിടിച്ചു. അവരെ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്തെല്ലാം കാര്യം ദൈവം അവർ ചെയ്തു. അപ്പോഴും ദൈവം അവരെ പറ്റി പറയുന്നതാണ് ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ്. അങ്ങനെ എന്താ ദൈവം ചെയ്തെന്ന് ചോദിച്ചാൽ, സ്നേഹിക്കുന്നവരെ അപ്പൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്ന മക്കളെ തല്ലുന്നു. അത് തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഇസ്രായേൽ മക്കൾ തെരഞ്ഞെടുത്തവർ ചെയ്യുന്നതെല്ലാം ദൈവം ശരി 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 എന്ന് പറയുന്നതാണോ? അങ്ങനല്ല. ഒരു കുട്ടിയെ സ്കൂളിൽ ചേർക്കാനായിട്ട് അവരെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ കുട്ടി എഴുതുന്നതെല്ലാം ശരി 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 എന്ന് ടീച്ചേഴ്സ് പറയുമോ? ഇല്ല, അങ്ങനെ പറയില്ല. അവൻ എഴുതുന്നത് ശരി മാത്രമേ ശരി വെക്കത്തുള്ളൂ. തെറ്റ് തെറ്റ് തന്നെയാ. തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് നാം ചെയ്യുന്നതെല്ലാം ശരിയാകുമൊന്നുമില്ല. അപ്പൊ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ദൈവം എന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല ശരി. വെറുതെ. ദൈവം എന്നെ തെരഞ്ഞെടുത്ത് ഞാൻ ചെയ്യുന്നത് ശരി കണ്ടല്ല, ശരി ചെയ്യാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. ശരി ചെയ്യുന്നില്ലെങ്കിൽ നല്ല ചുട്ട അടി തരും. ആ അടി കൊണ്ടിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. ഞാൻ ഒത്തിരി അടി കൊണ്ട് വളർന്ന ഒരാളാണ്. ഒരുപാട് അടി ഞാൻ കൊണ്ടത്രയും അടി ആരും കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാറ്. ആ അടിയൊക്കെ നല്ലതായിരുന്നു ചോദിച്ചാൽ പിന്നെ ആ അടിയൊക്കെ നല്ലതായിരുന്നു. അതിൻ്റെയൊക്കെ ഗുണമാണ്. ദൈവം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ്, അല്ലെ ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 5 കാര്യങ്ങള് പ്രത്യേകതകൾ ഈ തിരഞ്ഞെടുപ്പിന് നമുക്ക് കാണാം. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിലുള്ള 5 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹമാണ് ഈ തിരഞ്ഞെടുപ്പിന് ആധാരം. നമ്മുടെ യോഗ്യത, ദൈവത്തിന്റെ സ്നേഹമാണ് തെരഞ്ഞെടുപ്പിന് ആധാരം. ആവർത്തന പുസ്തകം 4:37 വായിച്ച്, പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ട് അവർ സന്തതികളെയും തെരഞ്ഞെടുത്തു. ഇനി എന്തിനാ പിതാക്കന്മാരെ സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വേറെ പറയുന്നുണ്ട്. ഞാൻ ഏശാവിനെ വെറുതെ യാക്കോബിനെ സ്നേഹിച്ചു. എന്താ? എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ സ്നേഹിക്കുക, ഇഷ്ടമില്ലാതെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞു. ഇഷ്ടമുള്ളവരോട് കരുണ കാണിക്കുകയില്ല, അല്ലെങ്കിൽ കരുണ കാണിക്കാതിരിക്കുകയും. ഞാൻ എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ചോദിക്കാൻ നമുക്ക് അനുവാദമില്ല. സ്നേഹിച്ചു എന്ന സത്യം അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ദൈവം നിങ്ങളെ എന്തിനാ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുക ഞാൻ നല്ലവനാണ് ദൈവം കണ്ടതുകൊണ്ടാണ്. ഏയ്, നല്ലവനാണ്. പലപ്പോഴും ദൈവം സ്നേഹിക്കുന്ന ആളുകളെ എങ്ങനെയുള്ള ആളുകളാണെന്ന് ചോദിച്ചാൽ ഒരു ഗുണവും ഇല്ലാത്തത്. ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിക്കാറുണ്ട്. എന്നെ പോലെ ഒരു പോട്ടറിനെ ദൈവം എന്തിനാ സ്നേഹിച്ചെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓരോ അബദ്ധം കാണിച്ചു ഞാനിങ്ങനെ പറയും, നീ എന്താ ദൈവം എന്നെ തിരഞ്ഞെടുത്ത, വേറെ ആരും തിരഞ്ഞെടുക്കാൻ പറ്റായിരുന്നു. അങ്ങനെ ദൈവത്തിന് ചോദിക്കാൻ ഒക്കുകയില്ല. ദൈവം പറയാം, നീ നിന്റെ കാര്യം നോക്കണം, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് തിരഞ്ഞെടുത്തോ, നിന്റെ ഗുണം കണ്ടാന്ന് ഞാൻ തിരഞ്ഞെടുത്തത് അല്ല. അങ്ങനെയല്ല. ഈ പഴയ നിയമത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോയി ആളുകളെ പിടിച്ചുകൊണ്ടിരുമ്പോ ആരെ രക്ഷിക്കണം ആരെ കൊല്ലണമെന്ന് എങ്ങനെ നിശ്ചയിക്കുന്നറിയാമോ? നിലത്തിങ്ങനെ കിടത്ത് നടിയെ കമണ് കിടക്കാൻ പറയും. ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഒരു ചരടെടുക്കും. 50 അടിയോ 10 അടിയോ 20 അടിയോ ഉള്ള ചരടെടുക്കും. ആദ്യത്തെ ഒരളവ് അളക്കും. ആ അളവിനകത്തുള്ള എല്ലാം കഴുത്തു വിട്ടേക്കാം. കൊല്ലാൻ ഒരു ചരട്, രക്ഷിക്കാൻ ഒരു ചരട്, ചിലപ്പോൾ 2 ചരട് കൊല്ലാൻ, 1 ചരട് രക്ഷിക്കാൻ. ഇങ്ങനെ അളക്കും അവരെ. അപ്പൊ ഈ കൊല്ലാനുള്ള
അളവിൽ വരുന്ന ആളുകൾ എന്തെങ്കിലും പ്രത്യേക കുറ്റം ചെയ്തിട്ടാണോ? ഇങ്ങേപ്പുറത്ത് രക്ഷിക്കാനുള്ള അളവിൽ വരുന്നവർ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടാണ്? അല്ല. രാജാവ് എന്താ തീരുമാനിച്ചു? ഇന്ന് 2 അളവ് കൊല്ലുക, ഒരളവ് രക്ഷിക്കുക. ചില ദിവസം വിചാരിക്കും ഇന്ന് ഒരളവ് കൊല്ലുക, 2 അളവ് രക്ഷിക്കുക. അത് രാജാക്കന്മാരുടെ തോന്നിയാസം എന്ന് പറയും. ശരിയാണ്, രാജാക്കന്മാരുടെ തോന്നിയാസം. ആരാ ചോദിക്കുന്നത്? പക്ഷെ സ്വർഗത്തിലെ ദൈവവും തന്റെ തോന്നിയാസമാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ദൈവം നീതിമാനായതുകൊണ്ട് നീതി വിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ ആ നീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ ശരിയാണ്, അത് 9ലാണ്. ഒരു പരീക്ഷ കഴിഞ്ഞ്, ഇംഗ്ലീഷിന്റെ പരീക്ഷയായിരുന്നോ തോന്നുന്നത്. റബ്രാ സാർ എന്ന് പറഞ്ഞൊരു സാറാ. അദ്ദേഹം എല്ലാ പിള്ളേരുടെയും മാർക്ക് കൊടുത്തപ്പോ താഴെ നിന്നാണ് വിളിക്കുന്നത്. അല്ല, താഴെ നിന്നല്ല, വിളിയിൽ 100 ഓരോന്നിന്, 85, 84, 70, 60, 50, 30, 20 എല്ലാം വിളിച്ച് 5 മാർക്കുകാരെ അവരെ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു ബോംബിടാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് എന്നെ എഴുതിയിരിക്കാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100ൽ എനിക്കൊരു 80 മാർക്കെങ്കിലും കിട്ടണമെന്ന്. അതിന് കിട്ടും സാർ. ചെറുക്കും അടുത്ത ആളുടെ പറഞ്ഞു ചൂരോട്ട് എടുത്തോണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ചൂരപിടി എടുത്തോണ്ട് വരുന്നു. അപ്പൊ എനിക്ക് അത്രയൊന്നും കിട്ടിയില്ല. എനിക്ക് 85 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കിട്ടുമെന്ന് പറഞ്ഞതിനൊക്കെ 5-6 മാർക്ക് കൂടുതലുണ്ട്. എന്നിട്ടും എനിക്ക് അടി തന്ന 4 എണ്ണം. നിനക്ക് 100 കിട്ടേണ്ടവനാണ്, പിന്നെ നീ എന്താ 85 പോയത്? ഈ 5 മാർക്കുകാരനെ തല്ലിയില്ല. ഏതാ 10 മാർക്കുകാരനെയും തല്ലിയില്ല, 30കാരനെയും തല്ലിയില്ല. ഈ 85കാരനെ പിടിച്ച് ഭയങ്കരമായിട്ട് എന്തോരം അടിയായിരുന്നറിയോ? ഇപ്പോഴും വേദനിക്കുമോ കൈ? സാറിന് എന്ത് ഭ്രാന്തായിരുന്നോ? എനിക്ക് ഇട്ടുള്ള എന്തല്ല, നീ ആരാ ചോദിക്കാൻ തോന്നുന്നു. അല്ല, അബ്രാസാർ പറഞ്ഞു, നിനക്ക് അതിൽ കൂടുതൽ കിട്ടേണ്ടവനാ, നീ ഉഴപ്പിയത് കൊണ്ട് മാത്രമാണ് നിനക്ക് 15 മാർക്ക് പോയത്. നിനക്ക് 15 മാർക്ക് പോയത് നീ ഉഴപ്പിയത് കൊണ്ട്, പഠിക്കാഞ്ഞത് കൊണ്ടാണ്. അതിന് നിനക്ക് ഈ അടി ഇരുന്നുണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം സാറിനെ അരച്ചെന്നാ കുടിക്കാൻ തോന്നുന്നു പറയില്ലേ? സാറിന് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് 15 മാർക്ക് പോയി, സാറിന് നാട്ടും. സാറിന് തന്നെ നാട്ടും. അങ്ങനെയല്ല, സാറിന് എന്നെ പറ്റി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അടിച്ചത്. ഈ 40കാരും 35കാരും അടിക്കാൻ ചെന്താ? അവരെ പറ്റി സാറിന് അങ്ങനെ പ്രതീക്ഷ? ഞാൻ ഉപദേശിയാവുന്ന പ്രതീക്ഷയൊന്നും സാറിനുണ്ടായിരുന്നില്ല, തീർച്ചയായിട്ടും. അപ്പോ അടി കണ്ടെന്ന് മാത്രമല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചനെ ഒന്ന് കാണിച്ചേക്കണെന്ന് പറഞ്ഞു. എൻ്റെ അപ്പച്ചൻ 10ന്റെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ, ഗവൺമെന്റ് ഹൈസ്കൂളിൽ. സാറ് മർത്തോമ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾ. വാദ്യാൻ പറ്റില്ല, 4 മണിക്ക് അവിടെ എവർഗ്രീൻ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്, അവിടെ എല്ലാവരും ചായ കുടിക്കാൻ കൂടുന്നത് വർത്താനം പറയും. അപ്പോ ബ്രസാറ് എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ബ്രസാറെ വീട്ടിൽ ചെല്ലുമ്പോൾ മോന്റെ കൈ ഒന്ന് പിടിച്ച് നോക്കിയേക്കണേ. വീട്ടിൽ വന്നോടനെ അപ്പച്ചൻ വിളിച്ചു. അപ്പോഴേ എനിക്കറിയാം ശല്യമാണ്, നിന്റെ കൈയൊന്ന് കാണണ്ടാന്ന് പറഞ്ഞു. ഞാന് അപ്പോഴേ കരച്ചിൽ തുടങ്ങി. കാരണം ഇനി അപ്പച്ചൻ അതിന്റെ പുറത്തൊരു അപ്പച്ചനോട് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പച്ചനാലും അടിച്ചില്ല. അപ്പച്ചൻ പറഞ്ഞു, അത് ഇരിക്കട്ടെ, നിനക്കത് അർഹിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ എന്താന്ന് ചോദിച്ചാലേ, സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. എബ്രാഹിം അതേക്കുറിച്ച് പറഞ്ഞു, ഒരു ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ലെന്ന. ഒരു ശിക്ഷയും തൽക്കാലം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ശിക്ഷ എന്ന് പറയുന്നത്. കറക്ഷൻ എന്ന് പറയുന്നതേ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് അത് ഈ കോർപ്പോറൽ കറക്ഷൻ ആകുമ്പോ, അത് ഈ അടിയുടെ കറക്ഷൻ ആകുമ്പോൾ ആർക്കാ ഇഷ്ടം? പക്ഷെ അഭ്യാസം തികഞ്ഞവർക്ക് പിന്നത്തേതിൽ നന്മ വരും. അഭ്യാസം. അപ്പൊ ദൈവം ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങൾ പറയാണ്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചത് കൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളുടെ നന്മ നോക്കിയല്ലത്. ദൈവിക തിരഞ്ഞെടുപ്പിന് ആധാരം ദൈവത്തിന്റെ സ്നേഹമാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നാം എപ്പോഴും മനസ്സിലാക്കണം, ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന് എന്നോട് സ്നേഹം ഉണ്ടായിട്ടാണ്. വേർപാടാണ് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം. തെരഞ്ഞെടുപ്പിന്റെ ആധാരമാണ് ഞാൻ പറഞ്ഞ സ്നേഹമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേർപാടാണ്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന് 2-ാം വാക്യം വായിച്ച്, ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം, യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാണ്,
ഭൂതലത്തിലുള്ള സകല ജാതികളിൽ നിന്നും ദൈവത്തിനൊരു പ്രത്യേക ജനമായിരിക്കാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്. അത് വേർപാടാണ്. ലോകത്തിലുള്ള എല്ലാ ജാതികളിൽ നിന്നും നിന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ദൈവത്തിനൊരു പ്രത്യേക ജനമായി. വിശുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? യെരൂശലേം ദൈവാലയം വിശുദ്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കല്ല് ആ കല്ലിലും അഴുകില്ലെന്നാണ്. യെരൂശലേം ദൈവാലയത്തെ കല്ലും ചട്ടിയും വിശുദ്ധമെന്ന് പറഞ്ഞാൽ ആ കല്ലും ചട്ടി എടുത്ത് നമ്മുടെ നല്ല വെള്ളഷർട്ടായിട്ട് ഇങ്ങനെ തീ തേച്ച ചെളിയാകില്ല, കരിയാകില്ലെന്നാണ്. അല്ല, അത് ദൈവിക കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ചട്ടിയും കല്ലുമാണ്. അതുകൊണ്ട് അതിനെ വിശുദ്ധം എന്ന് പറയുന്നത്. യെരൂശലേം ദൈവാലയം യഹോവയെ ആരാധിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത ഒന്നാണ്. അപ്പൊ ഞാൻ വിശുദ്ധം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നെ ദൈവം തിരഞ്ഞെടുത്താണ്. ആ വേർപാടെന്നുള്ളത് ആശയമാണ്. അപ്പൊ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം, ഉദ്ദേശത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുത്തപ്പെട്ടാണ്. സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആൻഡ് ഹോളി, വേർതിരിക്കപ്പെട്ട വസ്തുവാണ്. അപ്പൊ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത അതിനു വേണ്ടിയാ, ദൈവത്തിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ആരുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ ചില വിശ്വാസികൾ ജീവിക്കുന്നത് കണ്ട ദൈവത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, ലോകത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്, സാത്താന് വേണ്ടിയാണോ ജീവിക്കുന്നത്, തനിക്ക് വേണ്ടി തന്നെയാണോ ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണോ ചിലത് പറയാൻ തന്നെ പ്രയാസം. പക്ഷെ ദൈവത്തിന് വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ദൈവത്തിന് വേർപെട്ടവരായി ജീവിക്കുക എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം എന്താണ്? പുറപ്പാട് 19:5 വായിച്ച്, നിങ്ങൾ സകല ജാതികളിൽ നിന്നും പ്രത്യേകമായി എന്റെ സമ്പത്തായിരിക്കും. പക്ഷെ അതിന്റെ കണ്ടീഷൻ ഉണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നുള്ളതാണ്. അനുസരണം എന്നുള്ളതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശ്യം. അതൊരു ചെറിയ കാര്യമല്ല. വിശ്വാസികൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, ഭർത്താവിനെ അനുസരിക്കണം, മൂപ്പന്മാരെ അനുസരിക്കണം, ഒരുപാട് ഗവൺമെന്റിനെ അനുസരിക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തന്നെ ഏതെൻ തോട്ടത്തിൽ കൊണ്ടാക്കി വെച്ച് എന്തിനാ? ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയാ. ഇന്ന പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കണം, ഇന്നതൊക്കെ തിന്നോളാം, അനുവാദമുണ്ട്, ഇഷ്ടമുള്ളത് തിന്നാം. പക്ഷെ തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നരുത്. അതാണ് അനുസരണം എന്ന് പറയുന്നത്. അവിടെ ഒന്നും നമുക്ക് യാതൊരു നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്ന് വ്യത്യാസപ്പെടുത്താൻ ഒട്ടും നമുക്ക് അനുവാദമില്ല. പുറപ്പാട് പുസ്തകം 19:5 ഞാൻ വായിച്ചത്. അനുസരണമാണ് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പോലീസ് സേനയിലൊക്കെ ചെന്ന, പട്ടാളത്തിലൊക്കെ ചെന്നാൽ ഈ അനുസരണം അവിടെ വളരാണ്. പട്ടാളക്കാരന്റെ ഓഫീസർ പറഞ്ഞാൽ അനുസരിക്കുകയല്ലാതില്ല, ടോക്കിന്റെ പാത്തി കൊണ്ടും ഇവരൊക്കെ ഇട്ടിക്കും പുറത്ത്. എല്ലൊടിഞ്ഞാലൊന്നും അവർക്ക് വിഷയമില്ല, ആശുപത്രിയിൽ വിടും. ഓഫീസർ അടിച്ച് കല്ലടിച്ച് പോയി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ പരാതി പറയാൻ നോക്കുക. അനുസരണം എന്നുള്ളത്. ബ്രിട്ടീഷ് ആർമിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഹൈ സർ, എത്ര ഉയരത്തിലാണ് സാർ ചോദിക്കാം. അത് മാത്രമേ ചോദിക്കാം, വേറെ ഒന്നും ചോദിക്കാൻ പാടില്ല. ചാടാ എന്ന് പറയാം, എത്ര ഉയരത്തിൽ ചാടണം സാർ, വേറെ ഒരു ചോദ്യമില്ല. നമ്മുടെ ഇവിടെ ചോദിക്കുക, എന്തിനാ സാറേ ചാടുന്നത്? സാറേ എന്നെ കൊണ്ട് സാധിക്കില്ല സാറേ എന്നൊക്കെ നമ്മൾ. കാരണം നമ്മൾ ഈ അനുസരണക്കേടാണല്ലോ. നമ്മുടെ മുഖമുദ്ര എന്താന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു, പലപ്പോഴും തോന്നുന്നു നമ്മുടെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഈ അനുസരണക്കേടെന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം പറഞ്ഞാൽ നടക്കില്ലെന്ന്. മനുഷ്യർക്ക് മുഴുവൻ ഭാവിയായി തീർന്നത് എന്താ? തിന്നരുതെന്ന് പറഞ്ഞ് തിന്നിട്ടല്ലേ? അപ്പൊ അനുസരണത്തിന്റെ ഒരു പ്രശ്നമല്ലേ? അനുസരണത്തിന്റെ പ്രശ്നം. ഒരു പഴം തിന്നതിന്റെ പ്രശ്നമാണ് ചില ആളുകൾ പറയാറുണ്ട്. ഈ ഒരു പഴം, ഇത്രയും ഒരു പഴം പഴിച്ചിരുന്ന മനുഷ്യർക്ക് എല്ലാം ഇങ്ങനെ നല്ലതുണ്ടെന്ന്. അതല്ലടോ പ്രശ്നം. ദൈവത്തിന്റെ അധികാരത്തെ മാനിച്ചോ ഇല്ലെന്നാണ്. തിന്നരുതെന്ന് സർവശക്തം പറഞ്ഞാൽ പിന്നെ തിന്നാൻ ആർക്കും അനുവാദം ഇല്ല. അവിടെ പഴത്തിന്റെ പ്രശ്നമല്ല, പഴം വലുതോ ചെറുതോ എന്നുള്ളതല്ല പ്രശ്നം, അധികാരത്തോടുള്ളതായിരിക്കും നമ്മുടെ സമീപനം. അതുകൊണ്ടാണ് പറയുന്ന, മക്കളെ മാതാപിതാക്കന്മാരെ അനുസരിപ്പേ എന്നൊക്കെ പറയുമ്പോ ഈ അനുസരണം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അനുസരണം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. അയ്യോ, അതെന്തോ ഒരു പ്രയാസമെന്നറിയാം. ആരെ മനുഷ്യൻ മെരുക്കിയെടുക്കും ഇല്ലേ? പാപ്പാന്മാരെ, ചില പാപ്പന്മാർ ആനയെ പിടിച്ചിട്ട് വന്ന് കാട്ടിൽ നിന്ന് ആനയെ പിടിച്ചിട്ട് വന്ന് മെരുക്കും. പക്ഷെ അവന്റെ വീട്ടിലെ അവൻ ഇത്രയുള്ള കൊച്ചിനെ കൊടുത്ത കൊച്ച് അപ്പൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അപ്പം വരെ കാര്യം നോക്കണം. ആനയോട് സിറ്റെന്ന് പറഞ്ഞാൽ ഇരുന്നില്ലെങ്കിൽ അടിച്ചിരുത്തും, തോട്ടിയും കത്തിയും എടുത്താണ് ഇരുത്തും. പക്ഷേ സ്വന്തം കൊച്ചിന്റെ മുന്നിൽ പാപ്പാനും പരാജയം. അതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അനുസരണം എന്നുള്ളതാണ്. അനുസരണം പഠിപ്പിക്കും. എൻ്റെ അപ്പച്ചനെ
നന്നായിട്ട് അടിക്കുമായിരുന്നു എന്നെ. അപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, അപ്പച്ചാ ഇത് അല്പം കൂടിപ്പോയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ നിശ്ചയിക്കുന്നത് എത്ര അടിക്കുന്നത്? എങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അല്പം കൂടുതലാണ്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, നീ പോടാ, ഞാൻ പഠിച്ചപ്പോ എന്നെ കാലെ കെട്ടി തൂക്കിയിടുവാനും താഴെ. എന്നിട്ട് ഈ നാരായം ഉണ്ടല്ലോ, അത് പഴിപ്പിച്ചിട്ട് ചന്തിക്ക് വെക്കും. ഇന്നെ ഞാൻ വഴികൊണ്ട് അടിച്ചപ്പോ നീ കൂടിപ്പോയി എന്ന് പറയുന്നു. നമ്മൾ അടിച്ചു 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 അടിച്ചു, അതിനൊക്കെ എത്രയോ ആശ്വാസമായത്. കാലങ്ങൾ ഇങ്ങനെ പോയി. ഇപ്പൊ പിന്നെ ആരെ അടിക്കുന്ന ചോദിച്ചാൽ കുട്ടികൾ സാറിനെയാണ് അടിക്കുന്നത്. കാലവും മാറി. അനുസരണം പഠിക്കണം. ആദ്യം ഒരു കുഞ്ഞുണ്ടായ കുഞ്ഞിനെ ആദ്യമേ പഠിപ്പിക്കേണ്ടത് അനുസരണമാണ്. കുഞ്ഞാദ്യം പഠിക്കുന്ന വാക്ക് നോ എന്ന വാക്ക്, നോ നോ, അത് പഠിച്ചാൽ ജീവിതത്തിൽ വിജയിക്കുമെന്ന്. അപ്പൊ ദൈവം അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മെ അനുസരണത്തിനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് നാം അനുസരിച്ചെങ്കിലേ പറ്റൂ. സംഖ്യാപുസ്തകം 16:5 ആവർത്തനം 18:5 പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയാണ്. ശുശ്രൂഷകൾക്കായുള്ള ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പാണ്. സംഖ്യാപുസ്തകം 16:5 എന്ന് പറഞ്ഞാൽ തനിക്ക് ശുശ്രൂഷ ചെയ്യാനാണ്. പൗരോഹിത്യത്തെ സംബന്ധിച്ചാ പറയുന്നത്. മോശയ്ക്ക് അവരവൻ മാത്രമേ ഉള്ള പൗരോഹിത്യം, ഞങ്ങൾക്ക് എന്നാ കുഴപ്പം എന്ന് കോരഹൂത്തന്മാരും അഭിനാദാബും ബഹു ഇങ്ങനെ കുറച്ച് ആളുകൾ ചോദിച്ചു. ഞങ്ങൾക്ക് എന്നാ കുഴപ്പം? 12 ഗോത്രക്കാർ ചോദിച്ചു, എന്നെ ലേവി ഗോത്രത്തിൻ്റെ കുഴപ്പം, അവർക്ക് ഓമ്പുണ്ടോന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാമെന്ന്. നിങ്ങളെല്ലാവരും ഓരോ വടിയെടുത്തിട്ട് വരാൻ, വടിയെടുത്ത് തോലൊക്കെ ഉരിയാൻ പറഞ്ഞു, ബദാമിന്റെ ഓരോ കമ്പ്. എന്നിട്ട് ഓരോ കമ്പയിലും നിങ്ങളുടെ പേരെഴുതാൻ പറഞ്ഞു. ലേവ്യ ഗോത്രത്തിന്റെ കമ്പിൽ അഹരോൻ എന്ന് മാത്രം പേരെഴുതാം. ഏത് കമ്പാണോ തളുത്ത് പൂത്ത് കായ ഉണ്ടാകുന്നത്, അതാ ഗോത്രത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ എല്ലാവരും വന്ന് അവരുടെ കമ്പ് നോക്കി എടുത്തോളാൻ പറഞ്ഞു. ഉണങ്ങിയ കമ്പായിരുന്നു 11. ഓരോ കമ്പ് മാത്രമുണ്ട് തളുത്ത് പൂത്ത് ബദാമുമായിട്ട് നിൽക്കുന്നു. ലേവ്യ ഗോത്രത്തിൽ അഹരോൻ. അപ്പൊ ദൈവം എന്തിനാ അഹരോനെ തിരഞ്ഞെടുത്തത്? എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, തന്റെ യാഗങ്ങൾ കഴിക്കാൻ, തനിക്ക് ധൂപം കാട്ടാൻ, കാഴ്ചയപ്പത്ത് കൊണ്ട് മേശ വെക്കാൻ. അതിനുവേണ്ടി ദൈവത്തിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പാണ്. എല്ലാവരും തിരഞ്ഞെടുത്തു, അവരിൽ ചില ആളുകളെ പ്രത്യേകം തിരഞ്ഞെടുത്തു ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട്. 18-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ആവർത്തനം 18:5. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തു. ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാരിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും ഒരു ഗോത്രത്തെ, ലേവി ഗോത്രത്തെ മാത്രം തിരഞ്ഞെടുത്തു. ലേവി ഗോത്രത്തിൽ നിന്നും അഹരോന്റെ കുടുംബത്തെ മാത്രം തിരഞ്ഞെടുത്തു. നമുക്കറിയാം. പുതിയ കാലത്തേക്ക് വന്നപ്പോൾ ദൈവം എല്ലാവരെയും പുരോഹിതന്മാരാക്കി, രാജകീയ പുരോഹിതന്മാരാക്കി എല്ലാവരെയും. ലോകത്തുള്ള സകല ജാതികളിൽ നിന്നും ദൈവം ആളുകളെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ഞാൻ രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ, എന്നേക്ക് ആരാധന കഴിക്കാനും എന്റെ സുവിശേഷം അറിയിക്കാനും. ഇതിനു വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളത് വല്ലപ്പോഴും മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാതെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ എന്തതി ജയമേ ദൈവത്തിന് സ്നേഹം, അതൊക്കെ പാടണം കേട്ടോ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് നല്ലതാണ്, ദൈവത്തിന് പ്രസാദം അതൊക്കെ പാട്ടുന്നത്. പുതിയ പാട്ടുകൾ വരാനല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല. ചിലർ ആ വിചാരം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം. ഇന്ന് അടിപൊളിയായിരുന്നാ പറഞ്ഞ, ഡ്രമ്മൊക്കെ അടിച്ച് കൈയൊക്കെ അടിച്ച് തലയൊക്കെ ഇട്ട് അടിച്ച് പാടി കഴിഞ്ഞാൽ പറയോ അന്ന് തല്ലിപ്പൊളിയായിരുന്നു. അടിപൊളി ആരാധനയാണ്, അടിപൊളി ആരാധിച്ചു. പക്ഷെ നിങ്ങളെ തെരഞ്ഞെടുത്ത എന്തിനാ? ദൈവത്തിന് യാഗം കഴിക്കാനും ശുശ്രൂഷ ചെയ്യാൻ. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പൊ ദൈവത്തിന് എന്താണ് യാഗം? എന്താണ് ദൈവം ശുശ്രൂഷയായി അംഗീകരിക്കുന്നത്? ജീവനുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കാനല്ലേ പറഞ്ഞത്? ജീവനുള്ള യാഗമായി സമർപ്പിക്കാനാണ് പറഞ്ഞത്. അതിനുവേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധിയും പൂർണ്ണതയും ഒക്കെ ഉള്ള യാഗം ഉറപ്പിക്കാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പ് രക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ അതിൽ രക്ഷയല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. വേളി പറഞ്ഞ പോലെ അനുസരണവും ആരാധനയും ശുശ്രൂഷയും ഒക്കെയാണ് ഇങ്ങനെയുള്ള പ്രത്യേക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉള്ളത്. യെശയ്യാ പ്രവചനം 1:9 വായിച്ചേ. അപ്പൊ പറയാണ്, ദൈവം ഇങ്ങനെ തിരഞ്ഞെടുത്ത ജനമാണെങ്കിൽ, ദൈവം ഒരു ശേഷിപ്പ് വെച്ചിരുന്നെങ്കിൽ, ഇല്ലായിരുന്നെങ്കിൽ ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു ജാതി ലോകത്തുണ്ടാകില്ല. നെബൂഖദ്നേസർ രാജാവ് വന്നപ്പോ എല്ലാ യഹൂദന്മാരെയും കൊല്ലുക എന്ന് വെച്ചാൽ യഹൂദനുണ്ടാകുമോ? എല്ലാ യഹൂദനെയും കൊല്ലും? ഇല്ല.
കുറച്ചുപേരെ കൊന്നു, ബാക്കിയുള്ളവരെ കൊണ്ട് ബാബലിലേക്ക് പോയി. 7 വർഷം കഴിഞ്ഞപ്പം കോരശ രാജാവ് കൽപ്പന കൊടുത്ത് എല്ലാം തിരിച്ചു പോയിക്കോളാൻ പോയി ദേവാലയം പണിത് ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ യെശയ്യാ പറയാ, നമുക്കൊരു ശേഷിപ്പിനെ വെച്ചിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉൾപ്പെടുന്നുണ്ട്. എന്താണ്? വ്യക്തിപരമായ രക്ഷയെക്കുറിച്ചല്ല, പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ജനത്തിന്റെ രക്ഷ അതിലുണ്ട്. ഇസ്രയേലിനെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകത്തിൽ ഒരു ശക്തി വിചാരിച്ചാലും ഇസ്രയേൽ എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു ജാതി, ഒരു രാജ്യം ഇല്ലാതെയാക്കാൻ സാധിക്കില്ല. ഇപ്പൊ എത്രയോ കാലമായി യുദ്ധം നടക്കില്ല, എന്തോ യുദ്ധം. ഹമാസൊക്കെ എന്തോരം മിസൈലുകൾ അടിച്ചത്, അവരും എല്ലാം അടിച്ചു. ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാക്കാൻ ഒക്കുമോ? ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മനുഷ്യത്ര 65 ലക്ഷം യഹൂദന്മാരെയാണ് ഐക്മാൻ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആള്, ഹിറ്റ്ലറിന്റെ ആള് കൊന്നത്. 65 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേമ്പർ കയറ്റി കൊന്നു. പോളണ്ടിൽ അത്രയും തന്നെ, റഷ്യയിൽ അതുപോലെ ഒരു സംഖ്യ. ഇങ്ങനെ യഹൂദന്മാരെ കൊന്നതിന് കണക്കില്ല. റോം കൊന്നത് അതിനേക്കാൾ കൂടുതൽ, 2ാം ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ട യഹൂദന്മാരെക്കാൾ കൂടുതൽ റോം കൊന്നിട്ടുണ്ട് നമ്മുടെ. അവർ ക്രിസ്തുവിനെ ക്രൂശിച്ചവരാണ്, അതുകൊണ്ട് ശത്രുക്കളാണത്. പക്ഷെ ഇന്നും യഹൂദൻ എന്നെങ്ങനെ? ഇന്നും യഹൂദൻ ധാരാളമാണ്. യഹൂദൻ എന്ന് പറഞ്ഞ ജാതിയെ നശിപ്പിക്കാൻ ഒക്കിയില്ല. കാരണം എന്താ? ദൈവം അവരെ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ വംശീയമായ രക്ഷയും ജാതീയമായ രക്ഷയും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ട്. വ്യക്തിപരമായ രക്ഷയല്ല ഇവിടെ പറയുന്നത്, ജാതീയമായ വംശീയമായ രക്ഷ അതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിച്ച യെശയ്യാ 10:22. ഒരു ശേഷിപ്പുണ്ടാവും, ആ ശേഷിപ്പില്ലാതെ പോവില്ല. ഇസ്രായേലിനോട് പറയാ, നിങ്ങൾ ഇങ്ങനെ തോന്നിയാസം ജീവിച്ച കടൽക്കരയിലെ മണൽ പോലെ, അങ്ങനെയാണെന്ന് പറഞ്ഞത് ആകാശത്തിൽ നക്ഷത്രം പോലെ കടൽക്കരയിൽ മണൽ പോലെ ആക്കുമെന്ന് അബ്രാഹാം പറഞ്ഞത്. അങ്ങനെ ഞാൻ ആക്കിയാലും അതിൽ നിന്ന് ഒരു പിടിയെ ഞാൻ ശേഷിപ്പിക്കും. പിന്നെ ഈ ഒരു പിടിയെ കൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുക. ദൈവത്തിന്റെ പരിപാടിയാണ്. പക്ഷെ ഈ ഒരു പിടി ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞ ഒരു കാലം ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. യഹൂദൻ ഇല്ലാതെ വന്ന ഒരു കാലം അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തതിന് ശേഷം ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അതാര് വിചാരിച്ചാലും സാധിക്കുകയും. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ് തെരഞ്ഞെടുത്തതായിരിക്കുന്ന ജനത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. പാവം ചെയ്തതിന് അവരെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തിന്റെ പരിപാടിയായ ഇസ്രായേൽ എന്ന് പറഞ്ഞ ആ പരിപാടി നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെ ദൈവം എന്ത് ചെയ്യും? അവിടെ സംരക്ഷിക്കും. സഭ അതുപോലെയാണ്. സത്യസഭയെ നശിപ്പിക്കാനായിട്ട് എന്തോരാളുകൾ ശ്രമിച്ചെന്നറിയാം. എന്തോരാളുകൾ. റോം എന്തോ ഒരു സത്യവിശ്വാസികളെ കൊന്നു. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്തോ ഒരു വിശ്വാസികളെ കൊന്നു. ആസിയയിലെ 7 സഭ, വെളിപ്പാട് ദിവസത്തെ 7 സഭകൾ, ഒരു സഭ പോലും ഇല്ല. അത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളായി മാറി. ഏഷ്യാവിനെ മുഴുവൻ പിടിച്ചെടുത്തവർ. എന്നിട്ട് സത്യസഭ ഇല്ലാതായോ? സത്യസഭ ഇല്ലാതായോ? ഇല്ലാതായില്ല. സത്യസഭയെ ഇല്ലാതാക്കാൻ ഒക്കെയില്ല. നമ്മുടെ പ്രധാനമന്ത്രി വിചാരിച്ചാലും ഒക്കെയില്ല, RSSകാർ വിചാരിച്ചാലും ഒക്കെയില്ല, ബജറംഗുള്ള വിചാരിച്ചാലും ഒക്കെയില്ല, ഇനി അമേരിക്കൻ പ്രസിഡന്റ് വിചാരിച്ചാലും ഒക്കെയില്ല, ഒരു പ്രസിഡന്റ് വിചാരിച്ചാലും സത്യസഭയെ ഇല്ലാതാക്കണം. ക്രിസ്ത്യാനികളെ കൊല്ലാം. കാരണം ക്രിസ്ത്യാനികൾ എല്ലാം സഭയപ്പെട്ടവരല്ലല്ലോ. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ് അല്ല, ജാതിയെ പോലെ ജീവിക്കുന്നവർ. മത്തായിച്ചിന് മറിയാമെന്ന് ജനിച്ചുകൊണ്ട് ലൂക്കോസ് എന്നോ മർക്കോസ് പേരായെന്നല്ല അവൻ രക്ഷിക്കപ്പെട്ടവനല്ലോ, ഒന്നും അല്ല. പക്ഷെ രക്ഷിക്കപ്പെട്ട തന്റെ ജനമായ സഭയുണ്ടല്ലോ, ആ സഭയെ അതിനെ മിക്കവാറും നശിപ്പിക്കാൻ 100 പേര് 98 പേരെ നശിപ്പിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരും. പക്ഷെ 2 പേര് കാണും. ആ 2 പേരിൽ നിന്ന് ദൈവം വീണ്ടും എന്ത് ചെയ്യും? ലോകത്ത് മുഴുവനും അവരൊന്നും ഇല്ലാതായി സാധിക്കുകയില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ്. ദൈവം ഒരാളെ, ഒരു ജാതിയോ ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനത്തെയോ തെരഞ്ഞെടുത്തെങ്കിൽ അത് നിത്യ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും സാധിക്കില്ല. ഭാഗികമായൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. അത് ദൈവത്തിന്റെ ശിക്ഷയായിട്ട് തരുന്നതാണ്. ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകൾ ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ ദൈവം ശത്രുവിനോട് പറയും, എന്താണ്? നശിപ്പിച്ചോളം പറയും, നശിപ്പിച്ചോളം പറയും. അത് അന്നും ഇന്നും ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവജനം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നില്ലെങ്കിൽ ദൈവം തന്നെ ശത്രുക്കളെ പറയും. അവരെ പറയും, അത് ഏത് ജാതിയാ ഏത് മതത്തെയാന്ന് പറയില്ല, ചെന്ന് അവരെ അടിക്കണമെന്ന് പറയും, അടിച്ച് നശിപ്പിച്ചേക്കാം. പിന്നെ ഒരു 10-15 എണ്ണത്തിനെ അവിടെ വെച്ചേക്കണം, എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയും. ഇയ്യോബിനോട് പറഞ്ഞപ്പോൾ സാധാരണ പറഞ്ഞു, നീ അവനെ തൊട്ടോണം, പക്ഷേ ജീവനെ തൊടാൻ പാടില്ല. അവന് മക്കളെ കൊന്നു, എല്ലാവരെയും കൊന്നില്ലേ? പക്ഷെ ഇയ്യോബിനെ ജീവനെ തൊടണമെങ്കിൽ ആരനുവദിക്കണം? ദൈവം അനുവദിക്കണം. അനുവദിക്കാച്ച എന്താന്ന് ചോദിച്ചാൽ, ഇയ്യോബ് എന്ന് പറഞ്ഞ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു. 10 മക്കളെ കൊന്നിട്ട് എന്നിട്ട് പിന്നെയും 10 മക്കളായില്ലേ? അപ്പൊ ആർക്കാ നശം? ഇയ്യോബിന് സ്വർഗത്തിലും 10 മക്കളുണ്ട്, ഭൂമിയിലും 10 മക്കൾ. അത് ദൈവത്തിന്റെ പരിപാടിയാ. അത് തകർക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ വടക്കേണ്ടി അവിടെ പീഡിപ്പിക്കുന്നു,
എന്നൊക്കെ പറയുമ്പോൾ കുറേ എണ്ണത്തിനെ കൊല്ലുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യും, അതിനൊക്കെ ദൈവം അനുവദിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2000 കൊല്ലമായിട്ട് സഭ എന്ത് ചെയ്യായിരുന്നു? ഈ വടക്കേന്ത്യ ഹിന്ദുക്കളൊക്കെ ഇല്ലായിരുന്നോ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യായിരുന്നു? ഇപ്പൊ ഒരു 10-15 കൊല്ലമായിട്ടല്ലോ സുവിശേഷം വടക്കേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് നമ്മുടെയൊക്കെ പൂർവികന്മാരെന്താ വടക്കേന്ത്യയിലോട്ട് പോകാഞ്ഞത്? നമ്മളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ജോലിയും പൊതിയും കെട്ടി അയച്ചത് എന്തെന്ന് പറഞ്ഞ സുവിശേഷം ചെയ്യാൻ പറയാൻ എന്താ ചെയ്യാഞ്ഞത്? അപ്പൊ ദൈവം പറഞ്ഞു 2000 വർഷം വാതിൽ ഞാൻ തുറന്നിട്ട് നിങ്ങൾ കയറിയില്ല, പ്രവേശിച്ചില്ല, ഞാൻ വാതിൽ അടയ്ക്കാൻ പോകാൻ. വാതിൽ അടയ്ക്കാൻ തന്നെ തുറക്കണേ എന്ന് പറഞ്ഞു. എന്തോ ഒരു സമയത്ത് കാലം തന്നു. അക്കാലങ്ങളിൽ ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഭോപ്പാലായിരുന്ന കാലത്ത് എല്ലാ ശനിയാഴ്ചകൾ എന്ന അവധിയാണെന്ന് തോന്നുന്നു. രണ്ടാം ശനിയാഴ്ച എല്ലാം ഞാനും ജോസഫ് എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടായിരുന്നു അവിടെ. ബക്സിംഗ് സഭയിൽപ്പെട്ട ആളാണ്. ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു. ഞാൻ ബ്രദറിലും അദ്ദേഹം ബക്സിങ്ങിലുമാണ്. ഞങ്ങൾ തമ്മിലായിരുന്നു ഒരു കൂടി. ഞങ്ങൾ എല്ലാ ശനിയാഴ്ച രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. വലിയ ഓരോ തുണിസഞ്ചിയുണ്ട്, നിറച്ച് ട്രാക്റ്റും എല്ലാം മാറി ഇട്ട് ഞങ്ങൾ പോകും. ബസ് കയറി പോകും. 10-40 കിലോമീറ്ററൊക്കെ ദൂരെ പോകും. ചന്ത ദിവസം ഉണ്ട് അവിടെ, മിക്കവാറും ശനിയാഴ്ച ചന്ത ദിവസം. എന്നിട്ട് ചന്തയിൽ ഞങ്ങൾ പോയിട്ട് അവിടെ ഒന്ന് പ്രസംഗിക്കും. ഹിന്ദിയിൽ പ്രസംഗിക്കും, ട്രാക്റ്റ് കൊടുക്കും. ഞങ്ങൾ ഒരു മനുഷ്യൻ ഒരു പട്ടി പോലും കമാന്നൊരു വാക്ക് പറഞ്ഞു. ഇപ്പോഴേ ട്രാക്റ്റ് കൊണ്ട് പോയാൽ ഓടിച്ചിട്ട് കൊല്ലും. അപ്പൊ അന്ന് പക്ഷേ മധ്യപ്രദേശും UP എല്ലാം ഓപ്പൺഡാ സുവിശേഷത്തിന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് മലയാളികളുണ്ട്, സെക്രട്ടേറിയറ്റിലും ഓഫീസിലും എല്ലാം മലയാളികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മത്താച്ചന്മാരും തോമാച്ചന്മാരും ഒക്കെ അന്ന് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എന്ത് പറയാനില്ല? സുവിശേഷം പറയാനില്ല. ഇപ്പൊ വാതിലടച്ചപ്പോ എല്ലാവരും പറയോ വാതിലടച്ചോ. അത് വല്ല കാര്യമുണ്ട്? കാര്യമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ ഇത്. അപ്പോ ദൈവത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്തിന്റെ ഒരു ഭാഗമാണ് മുഴുവനും ദൈവം നശിപ്പിച്ച് കളയുകയില്ല എന്നുള്ളത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത്, ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകത്തിലെ എല്ലാ ജാതികളിലും ബുദ്ധിയുള്ളവരും ശക്തിയുള്ളവരും എല്ലാം അവരല്ലേ, അവരാ. ഇസ്രായേലിനെ പോലെ യഹൂദനെ പോലെ ബുദ്ധിയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഏത് വർഷവും നോബൽ പ്രൈസ് കിട്ടുന്നതിൽ 80% യഹൂദന്മാർക്കാണ്. 80-70%. അതുപോലെയാണ് ലോകത്തിലുള്ള ഏത് പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ എല്ലാ യഹൂദനാണ്. കമ്മ്യൂണിസം കൊണ്ടുവന്ന കാൾ മാർക്സ് തുടങ്ങി എല്ലാ യഹൂദന്മാർ. നന്മയും തിന്മയും അവന്മാരുടെ കയ്യില്ല. അവരനുഗ്രഹിക്കപ്പെട്ടവരാ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ബലം കൊണ്ടും ഒക്കെ. ആയുധങ്ങൾ അവിടെയില്ലല്ലേ, ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അവിടെയില്ലായി. യുദ്ധം ചെയ്തുപോലെ അവർ തോൽപ്പിക്കാറുണ്ട്. ചെറിയ ഒരു രാജ്യം, ഈ കൈപ്പിടി പോലെ ഒരു രാജ്യം മാത്രം, അതിന് ചുറ്റും കിടക്കുക മുസ്ലിം അറബി രാജ്യങ്ങളെല്ലാം. എത്ര യുദ്ധം അവർ ചെയ്തു, 6 Day War, എന്തെല്ലാം യുദ്ധങ്ങൾ ചെയ്തു എല്ലാവരും കൂടെ. ഇപ്പം കാള പുല്ല് നക്കിക്കുന്നപോലെ ഞങ്ങൾ നക്കിക്കളയും, ഇസ്രായേൽ എന്ന് പറഞ്ഞ പേര് നോക്കിയാൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എത്ര യുദ്ധങ്ങളാ? അതൊക്കെ ഇല്ലെന്നേ. അത് ദൈവത്തിന്റെ പരിപാടി, അതുകൊണ്ടാണ് ഒക്കാത്തത്. ദൈവത്തിന്റെ പരിപാടി നമുക്ക് ഉന്മൂലനാശം ചെയ്യാൻ ഒക്കില്ല. ഒത്തിരി പേരെ കൊല്ലാം. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവരെ നശിപ്പിക്കാനൊക്കെ. സഭയും അതുപോലെ തന്നെ. സഭയിലെ ഒത്തിരി പേരെ കൊല്ലാം. പക്ഷെ സഭയില്ലാതാക്കാൻ ഇവരാരും വിചാരിച്ചു നോക്കില്ല. ലോകത്ത് ഒരു രാജ്യം വിചാരിച്ചു നോക്കുക. കാരണം ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ് സംരക്ഷണം എന്നത്. ദൈവം ഒരു പ്രസ്ഥാനത്തെയോ ഒരു ജാതിയോ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രസ്ഥാനവും ജാതിയും ലോകത്തിന്റെ അന്ത്യം വരെ നിലനിൽക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണ്, ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ദൈവം ചെയ്യുന്നത്. അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത്. റോമാലേഖനം 9-6 വായിച്ച്, അബ്രഹാം ജനിച്ചെന്ന് വിചാരിച്ച് ഇശ്മായേൽ അബ്രഹാം ജനിച്ചത് അതുകൊണ്ട് അവര് ദൈവത്തിന്റെ സന്തതിയാണ്? അല്ല. താഴോട്ട് അധ്യായം വായിക്കുമ്പോൾ എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും എന്നൊരു വാക്യമുണ്ട്. എത്ര വാക്യം ഓർക്കുന്നില്ല, 11-ാം അധ്യായത്തിലാണ്. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേൽ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും ഒരു വാക്യമുണ്ട്. ദൈവം ഇസ്രായേലിൽ എല്ലാ ഇസ്രായേലും രക്ഷിക്കപ്പെടും. സത്യ ഇസ്രായേൽ എല്ലാം രക്ഷിക്കപ്പെടും. അല്ലാത്തൊക്കെ തട്ടി. അതൊക്കെ ദൈവത്തിന്റെ പരിപാടിയുടെ ഭാഗമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് സുവിശേഷത്തിന്റെ ബാഹ്യ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം തെരഞ്ഞെടുപ്പ്. സുവിശേഷത്തിന്റെ ബാഹ്യ അനുഗ്രഹം. സുവിശേഷത്തിന്റെ ആന്തരിക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിത്യരക്ഷയാണ്. നിത്യരക്ഷ മാത്രമല്ല സുവിശേഷത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ബാഹ്യ അനുഗ്രഹമുണ്ട്, സാമ്പത്തിക അനുഗ്രഹം, ബൗദ്ധികമായ അനുഗ്രഹം, വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതെല്ലാം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-6-10 വരെ വായിച്ചേ. ഒരു രസകരമായ കാര്യമാണ്. പൗലോസും ടീമും ഇങ്ങനെ പോയിട്ട് ഒരു ആസിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ എഫെസോസ്, സ്മുർന, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളൊക്കെ ആസിയയിലെ സഭകളാണല്ലോ. അപ്പൊ ഏഷ്യ മൈനർ, ഇന്ന് ഏഷ്യ മൈനർ എന്ന് പറയുന്ന രാജ്യം ആസിയ, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പരിശുദ്ധന്മാർ പോകണ്ട. പിന്നെ കഴിഞ്ഞിട്ട് അവർ ബിഥിനിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകണ്ടെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ രാത്രി ഇരിക്കുമ്പോഴാണ് ഒരു ദർശനം കണ്ട ഒരാള്, യൂറോപ്യനായ ഒരാള് വിളിക്കുന്നു ഫിലിപ്പിക്കാരനെ, ഞങ്ങൾ ഇവിടെ വന്ന് വീഴാൻ പറയാം. ഉടനെ രാവിലെ തന്നെ എവിടെ ചെയ്തു, യൂറോപ്പിലേക്ക് പോയി, ഫിലിപ്പി പട്ടണത്തിലേക്ക് എന്നു. അവിടെ യുദിയ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ അവൾ എടുത്തുകാരിയാ, ഏഷ്യക്കാരിയാ, ആസിയക്കാരിയാ. ആസിയയിൽ നിന്ന് യൂറോപ്പിൽ ബിസിനസ് ചെയ്യാൻ വന്നൊരു സ്ത്രീയാണ്. ആസിയയിലേക്ക് പോയി സുവിശേഷം പറയാന്ന് പറഞ്ഞു, പോകണ്ടെന്ന് പറഞ്ഞു. യൂറോപ്പിൽ വന്നപ്പോൾ ആദ്യം രക്ഷിക്കപ്പെടുന്ന ഒരു ഏഷ്യക്കാരില്ല. ദൈവത്തിന്റെ പരിപാടി നോക്കണേ. അത് കഴിഞ്ഞ് ഭൂതം ബാധിച്ച പെൺകുട്ടി രക്ഷിച്ചു. അത് കഴിഞ്ഞാണ് ഫിലിപ്പിൻ ജയിലിൽ രക്ഷിക്കുന്നത്. അന്ന് രാത്രി ആ ജയിലിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നറിയും. നമുക്ക് ദൈവത്തിന്റെ പരിപാടികളാണ്. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും, ദൈവം നിനക്ക് ഈ ആശയക്കാരുടെ അടുത്ത് പണക്കന്നെ, ആശയക്കാർ പോകണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെ വന്ന് പോയി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ദൈവം ആശയിലേക്ക് വിട്ടു, പോയി പറയാൻ പറഞ്ഞു. ആദ്യം എന്താ വിടാഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവത്തിന്റെ സർവാധികാര കൃപയിൽപ്പെട്ടൊരു കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായെന്നറിയാം. ആദ്യം ആസിയയിലേക്ക് പോയിരുന്നെങ്കിൽ സുവിശേഷം നടക്കില്ല. കാരണം ഈ ആശയക്കാർ കാശൊന്നും കൊടുക്കുന്നവന്മാരില്ല. യൂറോപ്പിലേക്ക് പോയെങ്കിലും വേലയ്ക്ക് കാശ് വരും. അപ്പൊ ദൈവം പറഞ്ഞു, ആസിയക്കാരെ രക്ഷിക്കണമെങ്കിൽ ആസിയയിൽ പോയാൽ ഒക്കെയില്ല. ആസിയയിൽ പോയി ഒരു പട്ടണത്തിൽ പോയി സുവിശേഷം പ്രസംഗിച്ചാൽ കൈ കാശോടെ അടുത്ത പട്ടണത്തിലേക്ക് പോലെ അവിടെ പട്ടിണി വെച്ചു. അവിടെ നിങ്ങൾ ആദ്യം യൂറോപ്പിൽ പോയി യൂറോപ്പ് സുവിശേഷവൽക്കരിച്ചതിന് ശേഷം നിങ്ങൾ ആസിയയിലേക്ക് പോകും, അപ്പൊ വില നടക്കും. അങ്ങനല്ലേ പൗലോസ് പറഞ്ഞേ, മറ്റു സഭകളെ അപകരിച്ചാൽ നിങ്ങൾക്ക് ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെയാണ് ദൈവത്തിന്റെ ഓരോരോ പരിപാടികളാണ്. ഇപ്പോഴും ആസിയക്കാരങ്ങനെയാണ്. ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ പൊതുവെ അങ്ങനെ രാജ്യമാണ്. ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും വല്ലതും കിട്ടി സുവിശേഷം ചെയ്യുന്ന ആളുകളാണ് ഈ ആസിയക്കാരെന്ന് പറയുന്നത്. പണ്ടൊക്കെ അവരെ റൈസ് ക്രിസ്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഒരു പിടി ചോറിന് വേണ്ടി മതം മാറുമോ, ഒരു പിടി ചോറിന് വേണ്ടി അങ്ങനെ പറയാറില്ലേ, ആളുകൾ പറയാറില്ലയോ. ഗോതമ്പ് പൊടി കൊടുത്തു, ആട്ട കൊടുത്തു, വെണ്ണ കൊടുത്തു, മതം മാറ്റി നോക്കിയല്ലേ അവർ പറയുന്നത്. അതിലൊന്നും സത്യമൊന്നുമില്ല. ആട്ടയമൊന്നും മതമൊന്നും മാറ്റിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആഫ്രിക്കയും ഏഷ്യയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ സാമ്പത്തികമായി വളരെ പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളാണ്. വല്ലതും കിട്ടണമെന്ന് പറയുന്ന ആളുകളാണ്, കൊടുക്കണമെന്ന് പറയുന്ന ആളുകൾ. എപ്പോഴും ആസിയക്കാരുടെ സഭകളിലെ ഒരു പ്രത്യേകത, ഞങ്ങളെ ആരും സഹായിക്കുന്നില്ല, ഞങ്ങളെ ആരും കരുതുന്നില്ല, ഞങ്ങൾക്ക് ആരും തരുന്നില്ല എന്നുള്ളതാണ് പരാതി. അമേരിക്കക്കാർ പറയില്ല ഞങ്ങൾക്ക് ആരും തരുന്നില്ല, അവർ ഞങ്ങൾ കൊടുക്കുന്ന പോരാ എന്നാ പറയുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന പോരാ. യൂറോപ്യന്മാരും അവർ കൊടുക്കുന്നവരാ. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. ഞാൻ വിചാരിക്കാറുണ്ട്, യൂറോപ്പിനെയും അമേരിക്കൻ ഐക്യനാടുകളെയും പൊതുവെ നവീകരണ രാജ്യങ്ങളായിട്ടാണ് കാണുന്നത്. നവീകരണ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന രാജ്യങ്ങൾ ലോകത്തിലെ യൂറോപ്പും അമേരിക്കയല്ലേ. അല്ലെ വെള്ളക്കാർ പോയി താമസിക്കുന്ന മറ്റു ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളുണ്ട്, വെള്ളക്കാർ താമസിക്കുന്ന രാജ്യം. കറുത്ത വർഗ്ഗക്കാർ നമ്മളെപ്പോലുള്ളതായിരിക്കുന്ന ആളുകളും അല്ല ലോകത്തിലെ ഏറ്റവും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തീയ മാർഗം എവിടെയാ വളർന്നത്? യൂറോപ്പിലും അമേരിക്കയിലുമോ? അതിന്റെ കാരണം ക്രിസ്തീയ മാർഗം ചെല്ലുന്നിടത്ത് എല്ലാ സാമ്പത്തിക അഭിവൃദ്ധിയും വിദ്യാഭ്യാസ അഭിവൃദ്ധിയും സാംസ്കാരിക അഭിവൃദ്ധിയും ഉണ്ടായി. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ 10 കൽപ്പനകളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ജീവിതശൈലിയാണ് അവർക്ക് ഉള്ളത്. അതിലെ ഒന്നാണ്, നീ 6 ദിവസം കൊണ്ട് നിന്റെ വേലയൊക്കെയും തികയ്ക്കുക, എന്നിട്ട് 7-ാം ദിവസം വിശ്രമിക്കുക. ഈ വേല മുഴുവനും 6 ദിവസം കൊണ്ട് തികയ്ക്കുക എന്ന് പറഞ്ഞത് കഠിനാധ്വാനം അല്ലേ? 6 ദിവസം കൊണ്ട് എല്ലാ വേലയും തികയ്ക്കും. കൃഷി ചെയ്യുന്നവന് തിങ്കൾ തുടങ്ങി ശനിയാഴ്ച 6 മണിയാകുന്നതിന് മുമ്പ് പാടത്തെ മുഴുവൻ വളമിടേണ്ടത് വളമിട്ടിരിക്കും, ചവറ് വെക്കേണ്ട ചവറിരിക്കും, വെള്ളം അടിച്ചിരിക്കും, എന്തെല്ലാം കള പറിക്കേണ്ട കള പറിച്ചിരിക്കും. ഞായറാഴ്ച കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ച വരുമ്പോൾ പിന്നെ അടുത്ത ആഴ്ചത്തെ വർക്കേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു വർക്കും കാണുകയില്ല. പഠിക്കുന്ന പിള്ളേരും അങ്ങനെയാണ്. ശനിയാഴ്ച വൈകിട്ട് ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മുഴുവൻ പഠിച്ച് പാഠങ്ങളും പഠിച്ച് റെഡിയാ. നമ്മുടെ ആളുകൾ പഠിക്കുന്ന എപ്പോഴാണെന്ന് അറിയുമോ? പരീക്ഷിക്കുന്ന ദിവസം രാത്രി. അങ്ങനല്ലേ? അതുവരെ കളിച്ച് നടക്കും. തലേ രാത്രി നിന്ന് പഠിക്കുക, പരീക്ഷയ്ക്ക് പഠിക്കുക. എവിടെങ്കിലും നമുക്ക് പഠിച്ച് ശരിയാകാൻ നോക്കുവോ? ശരിയാൻ നോക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ക്രിസ്തീയ രാജ്യങ്ങൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ അധ്വാനശീലരാണ്, കള്ളം പറയരുത്, സത്യസന്ധരാണ്, മോഷ്ടിക്കരുത്, അവർക്കൊരു എത്തിക്സ് ഒക്കെ ഉണ്ട്. ആ രാജ്യങ്ങളൊക്കെ ചെന്നാൽ അത് ക്രിസ്തീയ രാജ്യമായിരുന്നപ്പോ, ഇപ്പോൾ അമേരിക്ക യൂറോപ്പിനും ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ക്രിസ്തീയ മൂല്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളല്ലെന്ന്. പക്ഷേ 12,000 വർഷങ്ങളോളം യൂറോപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്തീയ രാജ്യം ആ നിലയിലായിരുന്നു. അതുകൊണ്ട് അതിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും അങ്ങനെ ഒരു ധാർമ്മികതയില്ല. പക്ഷേ ക്രിസ്തീയ
സത്യങ്ങൾ കടന്നു എന്നതായിരിക്കുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും സൗത്ത് ആഫ്രിക്കയല്ലേ ഏറ്റവും റിച്ച്. അറിവുകൾ സ്ഥാപിച്ചതായി ഈ സൗദി അറേബ്യ ഈ രാജ്യങ്ങളിലെല്ലാം എണ്ണ കിടപ്പുണ്ട്. ഈ എണ്ണയുണ്ടെന്ന് ആരെ കണ്ടുപിടിച്ചെന്നറിയാം? ആടിനെയും തീറ്റി മണലാരണ്യത്തിൽ കൂടി ഇങ്ങനെ നടന്നതായിരിക്കുന്ന ആളുകൾ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും വന്നിട്ട് അവിടെ എണ്ണയുണ്ടെന്ന് കണ്ട് എണ്ണ കുഴിച്ചെടുത്തു. ഇതിന്റെ ഒരു റോയൽറ്റി അവർക്കും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഏടാ നമുക്കിത് കുഴിച്ചാൽ നമുക്ക് മുഴുവൻ കാശും കിട്ടുകയില്ലേ. അപ്പൊ അവർ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കാശുകാരായിരുന്നു. ഇതിന് പുറത്ത് അവർ കിടന്നത് അനേക വർഷങ്ങളിലായിട്ട്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ ഇൻഡസ്ട്രി അധ്വാനശീലം എന്ന് പറയുന്നത് ജുഡയോ ക്രിസ്ത്യൻ യഹൂദ ക്രിസ്തീയ ധാർമ്മികതയുടെ ഒരു ഭാഗമാണ്. അധ്വാനിക്കുക എന്ന് പറയുന്നത്, മിച്ചം വെക്കുക എന്ന് പറയുന്നത്, ജീവിതശൈലിയിൽ മെച്ചമായി ജീവിക്കുക എന്ന് പറയും. അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം ആ രാജ്യങ്ങളെ തിരഞ്ഞെടുത്തതിന് നമ്മൾ അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. നമുക്കും അതിൽ പങ്കാളിത്തമുണ്ട്. ഒരാൾ സത്യക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ ഒരിക്കലും ദരിദ്രനായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നത്, ക്ഷമിക്കണം. കാരണം ദരിദ്രൻ എങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് ദരിദ്രനാകാൻ കഴിയുന്നത്? കാരണം അവനെ ഈ ബൈബിളിന്റെ പ്രമാണം വെച്ച് അധ്വാനിക്കണ്ടേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദണ്ഡിയെ കണ്ടിട്ടോ? ഏതെങ്കിലും റോഡരികിൽ ഇരുന്ന് ഭിക്ഷാടനം ചെയ്യുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദണ്ഡി, എന്നെ സഹായിക്കണേ കർത്താവിൻ്റെ ഒരു മകനാണേ, ഞാൻ എനിക്ക് കണ്ണില്ലേ കാലില്ലേ എന്ന് പറഞ്ഞ് കാണുകയില്ലെന്നേ. ഉണ്ടെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടതല്ല. അത് കാരണം ഇല്ലാണ്ട് ചേർന്ന് പോകുന്നതായിരിക്കുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ഒരാളെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അധ്വാനം അങ്ങ് തുടങ്ങുക. 10 സെന്റേ ഉള്ളെങ്കിലും ആ 10 സെന്റിൽ നിന്ന് അവൻ പൊന്നുകളെ. കൊച്ചുകുഞ്ഞു വയസ്സുള്ളപ്പോൾ പറയുമായിരുന്നു, നീ ഒരു സത്യക്രിസ്ത്യാനിയാണെങ്കിൽ നിന്റെ പറമ്പിൽ ഒരു കാട് കാണുകയില്ല. ഒരു കാന്തകാരി മുളക് നിൽക്കേണ്ടിടത്ത് അത് നീക്കും, ഒരു പച്ചമുളക് നിൽക്കേണ്ടിടത്ത് അത് നീക്കും, ഒരു വാഴ നിൽക്കേണ്ടിടത്ത് അത് നീക്കും, ഒരു കവുങ്ങ് നിൽക്കേണ്ടത് അത് നീക്കും, ഒരു തെങ്ങ് നിൽക്കേണ്ടത് അത് നീക്കും. അത് നിൽക്കുന്നില്ലെങ്കിൽ നീ സത്യക്രിസ്ത്യാനി അല്ലെന്ന് കൊച്ചു കഴിച്ച് പറയും. കാണം വിറ്റ് ഓണം ഉണ്ടെന്ന പരിപാടി ദൈവജനത്തിന്റെ പ്രമാണമല്ല. നീ അധ്വാനിച്ചുണ്ടാക്കണം. അതിലൊരു ഭാഗം ദൈവത്തിന് കൊടുക്കണം, ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കണം, പരദേശിക്ക് കൊടുക്കണം, അനാഥന് കൊടുക്കണം, വിധവയ്ക്ക് കൊടുക്കണം. ബാക്കി കൊണ്ട് നീ ജീവിക്കണം. അങ്ങനെ നീ ചെയ്താൽ ആ ബാക്കി നിനക്ക് ധാരാളമായിട്ട് കാണുമെന്നാണ്. കാരണം നിന്റെ കളപ്പുരകൾ കവിഞ്ഞൊഴുകുമെന്ന വാക്ക്. ഞാൻ പറഞ്ഞത്, ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജാതിക്ക് ബൗദ്ധികവും സാംസ്കാരികവും ആത്മീയവും എല്ലാമായ അനുഗ്രഹങ്ങൾ കൊടുക്കും. നമ്മളൊക്കെ എന്തോ ഒരു ഭാഗ്യശാലികളാണ് ഞാൻ വിചാരിക്കും. ഞാനൊരിക്കല് കോയമ്പത്തൂര്, ഞാൻ എവിടെയോ ശുശ്രൂഷ ചെയ്ത് വന്ന് കോയമ്പത്തൂർ ഇറങ്ങുമ്പോൾ ഞാൻ അവിടെ ബക്സിങ്ങിന്റെ ഒരു സഭയുണ്ട്, കുരുവിള എന്ന് പറഞ്ഞ സഹോദരൻ അവിടുത്തെ ശുശ്രൂഷ. ഞാൻ അവിടെ പോകും. അവിടെ പോയത് കുരുവിളയുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് ഞങ്ങൾ പൂരവധിയുണ്ട്. ഒരിക്കൽ ചെന്നപ്പോൾ കുരുവിള സഹോദരനെ ഒരു ക്ലാസ്സിൽ പോകാൻ പോവാം. എന്നോട് ചോദിച്ചു, ബ്രദറിന്റെ വണ്ടി എപ്പോഴാന്ന് ചോദിച്ചു. ഞാൻ രാത്രി 9 മണിയായുള്ളത് പറഞ്ഞു ക്ലാസ്സിൽ പോകാൻ തോന്നി. സന്തോഷം. അത് ഗോണ്ടാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഗോണ്ടാസ് അവരാണ് ഈ റോഡ് സൈഡിലൊക്കെ പച്ചമരുന്ന് വിൽക്കുകയും ചൂരി വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നാടോടികളായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഗോണ്ടാസ്. അവരുടെ ഇടയിൽ ഒരു വേലയാണ്. ഒരു 10-300 ഗോണ്ടാസ് കുടുംബങ്ങളുണ്ട്. അവരിലൊരു 10-100 കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടവർ. അവർ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ. അപ്പോൾ അവിടേക്ക് അവർ ക്ലാസ് എടുക്കാൻ പോകാന്ന് പറഞ്ഞാൽ സന്തോഷം, എനിക്ക് വളരെ സന്തോഷം. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് തുറന്നുമ്പോൾ ആദ്യം തന്നെ ആളുകളുടെ കൈ വരുമെന്ന് പറഞ്ഞു. ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം കൊടുത്തിട്ടേ മുന്നോട്ട് പോകാൻ ഒക്കുന്നു. അതിന് ഉത്തരം കൊടുത്താൽ ആ ചോദ്യം ഞാൻ ചോദിച്ചു, എന്ത് ചോദ്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പൊ 10-25 വർഷമായി. ഞങ്ങൾ ഇപ്പോഴും മരുന്ന് വിറ്റും മുടി വിറ്റുക താമസിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ കാറിലാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ല ഡ്രസ്സുണ്ട്, വാച്ചുണ്ട്, കാറുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വന്ന വലിയ വീടാണ്. ദൈവം എന്താ ഞങ്ങളെ അനുഗ്രഹിക്കാത്തത്? ദൈവം എന്താ അങ്ങനെ വിവേചനം നടന്നത്? ഇതാ അവരുടെ ചോദ്യം. ഞങ്ങളെ ദൈവം എന്താ അനുഗ്രഹിക്കാത്തത്? ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് എന്താ അനുഗ്രഹിക്കാത്തത്? നല്ല ചോദ്യമല്ലേ? അപ്പൊ അത് ചോദ്യം, അതിന് ഉത്തരം തൃപ്തികരമായി കൊടുത്തിട്ട് ക്ലാസ് മുന്നോട്ട് പോകാൻ അവർ അനുവദിക്കുമെന്ന്. അപ്പൊ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു, പാട്ടുമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു, ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞപ്പോ, സാറേ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു 10 വർഷം 15-20 വർഷമൊക്കെ ആയി. ഞങ്ങളിപ്പോഴും ഗവൺമെന്റ് തന്നതായിരിക്കുന്ന ഒരു ചെറിയ കുടിലിൻ്റെ അകത്ത് താമസിക്കുന്നത്. ഞങ്ങളിപ്പോഴും ഇങ്ങനെ ചൂല് വിറ്റും മുടി വിറ്റും മരുന്ന് വിറ്റും ഒക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെ സാറിന് വണ്ടിയാണ്. ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോയത്. സാറിന് വണ്ടിയുണ്ട്, സാറിന് നല്ല വാച്ചുണ്ട്, നല്ല ഉടുപ്പുണ്ട്, സാറ് ഷൂ ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്.
ദൈവം എന്താ ഞങ്ങളെ അനുഗ്രഹിക്കാത്തത്, നിങ്ങളെ മാത്രം എന്താ അനുഗ്രഹിക്കുന്നത്? അതിന്റെ ഉത്തരം തന്നതാണ്. അപ്പൊ ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞിടൂ, എൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ അപ്പൻ ഒരു അനാഥനായിരുന്നു. 2 വയസ്സായപ്പോൾ വല്യപ്പൻ്റെ അപ്പൻ മരിച്ചു പോയതാണ്. അവർക്ക് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ബന്ധപ്പെട്ടവരൊക്കെ വല്യമ്മച്ചിയെ കഴിവ് മുഴുവൻ കൊണ്ടുപോയി. ഇപ്പം താമസിക്കുന്ന ഒരു ചെറിയ വീടും അതിന് ചുറ്റും 5 സെന്റ് 10 സെന്റ് സ്ഥലവും മാത്രമേ വല്യപ്പൻ ഉണ്ടായിരുന്നുള്ളൂ. 3 പെങ്ങന്മാരുണ്ട്. മൂത്തത് എല്ലാം ഓരോ വയസ്സ് 5, 4, 3 വയസ്സുള്ളത്. വല്യപ്പൻ 2 വയസ്സും ഉണ്ട്. വല്യമ്മച്ചിക്ക് അടുത്ത് ഏതാ വലത് എന്ന് ചോദിച്ചാൽ അറിയില്ലായിരുന്നു. അങ്ങനെ സ്ത്രീയായിരുന്നു. അപ്പോ വല്യപ്പന്റെ അപ്പന്റെ അനിയന്മാരൊക്കെ വന്ന് പറഞ്ഞു, കൊച്ചമ്മേ 3 പെൺപിള്ളേരും ഒരു ചെറുക്കനുണ്ട്, ചെറുക്കന് 2 വയസ്സേ ആയുള്ളൂ, ഇവനെ കൊണ്ട് ഈ കാര്യമൊക്കെ നടത്താനൊക്കെ ഈ പെൺപിള്ളേരെ കെട്ടിച്ചു വിടണ്ടേ, ഉണ്ട്, ഞങ്ങളതെല്ലാം ഭംഗിയായിട്ട് ചെയ്തോളൂ, ഇത്രയും സ്വത്തും ഉണ്ട്, ഇത്രയും നിലവും ഭൂമിയും എല്ലാം ഉണ്ട്. കൊച്ചമ്മ ഒരു കാര്യം, ഞങ്ങളതെല്ലാം ഏറ്റു, ഒന്ന് കൊച്ചമ്മ അറിയണ്ട, കൊച്ചമ്മയുടെ ആ വിരലേല് ഇവിടെ 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 ഇങ്ങനെ 3-4 പതിപ്പിച്ച് തന്നാൽ മതി. അവരെല്ലാം ആധാരം ദാനാധാരമായിട്ട് എഴുതി വാങ്ങിച്ചു. എല്ലാം പേപ്പർ കൊണ്ടുവന്നിട്ട് അമ്മച്ചിയെ കൊണ്ട് അവിടെ ഇവിടെ പതിപ്പിച്ചു. വസ്തു അന്യാധീനമായി. വല്യപ്പച്ചൻ 5-10 വയസ്സായപ്പോഴാണ് വല്യപ്പൻ മനസ്സിലാക്കുന്നത് വല്യപ്പച്ചൻ താമസിക്കുന്ന ചെറിയൊരു വീട് ഒഴികെ ഒന്നും വല്യപ്പച്ചനില്ല. ഞാൻ അവരുടെ ഈ കഥയൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ വല്യപ്പച്ചൻ 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടത് 18-ാമത്തെ വയസ്സിലാണ്. 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, നിങ്ങളെ പോലെ തന്നെ. എന്നിട്ട് എൻ്റെ വല്യപ്പന് 9 മക്കളുണ്ടായിരുന്നു. ഏറ്റവും മൂത്തത് ഒരു പെങ്ങളായിരുന്നു. 2ാമത് എൻ്റെ അപ്പനായിരുന്നു. എല്ലാവരും അങ്ങനെ പറഞ്ഞു. വല്യപ്പന് ഒരു രക്ഷിക്കപ്പെട്ട ശേഷം വല്യപ്പൻ അധ്വാനിച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിച്ചു. രാത്രിയും പകലും ഒരുപോലെ അധ്വാനിച്ചു. മൂത്ത മകളെ കെട്ടിച്ചത് അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് 150 വർഷം മുമ്പ് 1000 ബ്രിട്ടീഷ് രൂപ കൊടുത്താൽ കെട്ടിച്ചു. എൻ്റെ അപ്പനെ അധ്യാപകനാക്കി, അനിയന്മാരെ എല്ലാവരെയും അതുപോലെ എഞ്ചിനീയർമാരും കല്യാണം കഴിഞ്ഞ് അവരെല്ലാവരെയും വിദ്യാസമ്പന്നരാക്കി. മരിക്കുമ്പോൾ എല്ലാവർക്കും 4-5 ഏക്കർ വസ്തുവും എല്ലാം വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോ സ്വർണ്ണപ്പൂണും സ്പൂണും വായി വെച്ചുകൊണ്ടല്ല എൻ്റെ വല്യപ്പൻ ജനിച്ചത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആ വല്യപ്പന്റെ കൊച്ചുമകനാ ഞാൻ കാറെ കയറി വരുന്നതിന് നിങ്ങൾ അതിശയിക്കണോന്ന് ചോദിച്ചു. നിങ്ങളും അങ്ങനെ ചെയ്യാൻ, നിങ്ങളുടെ കൊച്ചുമക്കളും കാറെ കയറി വരും. നിങ്ങളുടെ കൊച്ചുമക്കളും വരുമ്പോൾ കാറെ കയറി വരും, വാച്ച് കെട്ടി വരും, ഷൂ ഇട്ട് വരും, ഒക്കെ വരുന്നത്. നിങ്ങളെ പോലെ ജോലി വിറ്റുമൊക്കെ വെച്ചാണ് എൻ്റെ വല്യപ്പൻ തേങ്ങ കച്ചവടം ആദ്യം തുടങ്ങിയത്. വല്യപ്പൻ നല്ല മനുഷ്യനായിരുന്നുകൊണ്ട് തേങ്ങ കച്ചവടം എന്ന് പറഞ്ഞാൽ പുനലൂർ തുടങ്ങി ചെങ്ങന്നൂർ വരെയുള്ള സകല വസ്തുക്കളും പാട്ടത്തിനാണ്. മുഴുവൻ തെങ്ങുകളും ആ വിസ്തീർണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മുഴുവൻ തെങ്ങുകളും പാട്ടത്തിൽ. തെങ്ങ് കയറാൻ 10-20 പേര്, തേങ്ങ പറക്കിയിടാൻ 10-20 പേര്, കാളവണ്ടി 5-10 കാളവണ്ടി, തേങ്ങ പൊതിക്കാൻ 5-8 പേര്, ചുമ്പാൻ 5-6 പേര്, എല്ലാം കൂടെ 10-50 പേരുടെ സന്നാഹവുമായിട്ടാണ് വലിപ്പം പൊല്ലൂർ തുടങ്ങുന്നത്. പൊല്ലൂർ ചെങ്ങന്നൂർ വരെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പൊന്നൂരത്തെ വിളഞ്ഞു കഴിയും. വേറെ ആർക്കും കൊടുക്കത്തില്ല ആരും. കാരണം എന്താ? സത്യസന്ധമായി കാശ് വല്യപ്പൻ കൊടുക്കുമായിരുന്നു. ആരെയും കബളിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് വല്യപ്പൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. നിങ്ങൾ ജോലി വെച്ച് നിന്നും കാശുണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇന്ത്യ മുഴുവൻ ജോലി വയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ചോദിച്ചിട്ടത് ചോദ്യം. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ 3-ാം തലമുറക്കാരാണെന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ 4-ാം തലമുറക്കാരാണ്. 3-ാം തലമുറയിലാണ് വണ്ടിയെ ആദ്യമായിട്ട് കയറുന്നതെന്ന് പറഞ്ഞു. എൻ്റെ വല്യപ്പന് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാളവണ്ടി ഉണ്ടായിരുന്നു. അമ്മൻ്റെ അപ്പനും വണ്ടി ഉണ്ടായിരുന്നില്ല. നടന്ന എൻ്റെ ഇപ്പം 12 വരെ 9 കിലോമീറ്റർ നടന്ന രാവിലെയും വൈകിട്ട് സ്കൂളിൽ പോയി വന്നത്. മകൻ വന്നപ്പോൾ ഞാനും അങ്ങനെ നടന്നാ പോയി വന്നത്. ഇപ്പോഴാണ് ഞാൻ വണ്ടിയിൽ പോകുന്നത്. നിങ്ങൾക്കും അത് പോരായെന്ന് ചോദിച്ചു. പിന്നെ അവരൊന്നും പറഞ്ഞു. പിന്നെ 1 മണിക്കൂർ അവരുടെ സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാലേ, സുവിശേഷം അറിഞ്ഞ് എൻ്റെ വല്യപ്പൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ നന്മയാണ്. 18-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ നന്മയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ നന്മയെന്ന് പറയും. ദൈവം ആ നന്മയ്ക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിഞ്ഞിരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഒരു മനുഷ്യൻ്റെ മക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള്, ഇപ്പൊ 5-ാമത്തെ തലമുറയാണ് ഇപ്പൊ ആകാൻ പോകുന്നത്. ഞാൻ 3-ാം തലമുറ, എൻ്റെ മകൻ 4-ാം തലമുറ, അവൻ്റെ മക്കളുണ്ടായി 5-ാം തലമുറ. ഇനി അവന് പിള്ളേരുണ്ട് 6-ാം തലമുറയാണ്. പോലെ ഭാഗ്യമായില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ അനുസരിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുത്തെന്ന് മറക്കരുത്. അനുസരിച്ചെങ്കിലേ എന്തുള്ളൂ? അനുഗ്രഹമുള്ളൂ. ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾക്കില്ലല്ലോ ഇതൊന്നും പറഞ്ഞത് കാര്യം. നിങ്ങൾക്കുണ്ടാവും, നിങ്ങളും അനുസരിക്കുക, നിങ്ങൾക്കും കിട്ടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.